1912 ഏപ്രിൽ 14 ലോകത്തിലെ ഏറ്റവും വലുതും അന്നത്തെ ഏറ്റവും ആഡംബരപൂർണവുമായ ഒരു കപ്പൽ ന്യൂയോർക്കിലേക്കുള്ള ആദ്യ യാത്രയിലാണ്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിലും കപ്പലിലെ ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ് ആയിട്ടുള്ള എല്ലാ യാത്രക്കാരും ഈ യാത്ര ആഘോഷിക്കുക തന്നെയാണ്. അന്നത്തെ ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ എല്ലാമുള്ള ഈ കപ്പൽ ഒരിക്കലും തകരുകയില്ല എന്ന അമിതമായ ആത്മവിശ്വാസം അവരിൽ നമുക്ക് വ്യക്തമായി തന്നെ കാണാം. പക്ഷേ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒത്ത നടുക്ക് വെച്ച് അപ്രതീക്ഷിതമായി ഒരു മഞ്ഞുമലയിൽ ഈ കപ്പൽ ഇടിക്കുന്നു. ഉടൻ തന്നെ കപ്പലിന്റെ ഡിസൈനറായ തോമസ് ആൻഡ്രൂസ് ഡെക്കിന് താഴെ കപ്പലിന്റെ കേടുപാടുകൾ പരിശോധിച്ച ശേഷം തന്റെ റിപ്പോർട്ട് ക്യാപ്റ്റന് കൈമാറുന്നു. വെറും 2 മണിക്കൂറിനുള്ളിൽ ഈ കപ്പൽ പൂർണ്ണമായും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങും എന്നായിരുന്നു ആ റിപ്പോർട്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായ സമുദ്ര ദുരന്തം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കപ്പലിലുള്ള ക്യാപ്റ്റൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായി ലോകം വിലയിരുത്തും. എഡ്വേർഡ് സ്മിത്ത് എന്നയാളാണ് അന്ന് ടൈറ്റാനിക് എന്ന ഈ കപ്പലിന്റെ ക്യാപ്റ്റനായി ഉണ്ടായിരുന്നത്. ടൈറ്റാനിക് ദുരന്തം അത് നമ്മളെല്ലാവരും അറിയുന്ന ഒന്ന് തന്നെയാണ്. സിനിമകളിലും മറ്റും കണ്ട് പരിചയിച്ചതുമാണ്. എങ്കിലും ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ക്യാപ്റ്റനായ എഡ്വേർഡ് സ്മിത്ത് അന്ന് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ എടുത്ത തീരുമാനങ്ങൾ, ഈ കപ്പലിലെ ക്രൂ അംഗങ്ങൾ സ്വീകരിച്ച രക്ഷാപ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇന്നും അന്യം തന്നെയാണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. 1850 ജനുവരി 27 ഇംഗ്ലണ്ടിലെ സാൻഫോർഡ്ഷെയറിലെ ഹാൻലി എന്ന സ്ഥലത്തെ വെൽ സ്ട്രീറ്റിലാണ് ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് ജനിക്കുന്നത്. എഡ്വേർഡ് ജോൺ സ്മിത്ത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവനായ പേര്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും എഡ്വേർഡ് സ്മിത്ത് എന്ന് തന്നെയായിരുന്നു. പിതാവ് പാരമ്പര്യമായി കൈമാറി വന്ന മൺപാത്ര നിർമ്മാണ തൊഴിലാളിയായിരുന്നു. എങ്കിലും അത്യാവശ്യം ഒരു സമ്പന്ന കുടുംബം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അന്നത്തെ ബ്രിട്ടന്റെ ഏറ്റവും വലിയ മൺപാത്ര കമ്പനികളിൽ ഒന്നായിരുന്ന വെഡ്ജ്വുഡിന്റെ ആസ്ഥാനം അന്ന് സാൻഫോർഡ്ഷെയറിലെ ഹാൻലിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മൺപാത്ര നിർമ്മാണം ഈ മേഖലയിലെ ഒരു പ്രധാന വരുമാന സ്രോതസ്സും തൊഴിലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ അന്നത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ എഡ്വേർഡ് സ്മിത്തിന്റെ കുടുംബം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വേണം പറയാൻ. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ മാതാവ് ചെഷയർ സ്വദേശിയായ കാതറിൻ ഹാൻകോക്ക് ആയിരുന്നു. 1841 അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വിവാഹിതരായത്. ശരിക്കും കാതറിൻ ഹാൻകോക്കിന്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ഇത്. ജോൺ ഹാൻകോക്ക് എന്നയാളായിരുന്നു ആദ്യത്തെ ഭർത്താവ്. മാത്രമല്ല കാതറിൻ ഹാൻകോക്കിന്റെ ആദ്യ പേര് മാർഷ് എന്നായിരുന്നു. രണ്ടാമത്തെ വിവാഹശേഷമാണ് കാതറിൻ ഹാൻകോക്ക് എന്ന പേര് അവർ സ്വീകരിക്കുന്നത്. ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളാണ് കാതറിൻ ഹാൻകോക്കിന് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളായ ജോസഫ് ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് ജനിക്കുന്നതിന് മുൻപ് തന്നെ മർച്ചന്റ് നേവിയിൽ ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതൽക്കേ കടലുമായും കടൽ യാത്രകളുമായും ഒക്കെ പരിചയിക്കാൻ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന് സാധിച്ചു. ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും സമുദ്രയാത്രകളിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് ജനിക്കുന്നത്. 15-16 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ പരിവേഷണ യുഗം ആരംഭിച്ചപ്പോൾ മുതൽ പോർച്ചുഗീസ്, സ്പാനിഷ്, ഇംഗ്ലീഷ്, ഡച്ച്, ഫ്രഞ്ച് നാവികർ ആദ്യകാലത്ത് കാരവലുകളിലും മറ്റുമാണ് അജ്ഞാതമായ ഇടങ്ങൾ തേടി യാത്രകൾ നടത്തിയിരുന്നത്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ കാരവലുകൾ പലപ്പോഴും യാത്രക്കാർക്ക് നൽകിയിരുന്നത് വളരെ ദുരിതപൂർണമായ അനുഭവങ്ങൾ തന്നെയായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയപ്പോൾ യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ ലോകമെമ്പാടും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി യാത്രകൾ ആരംഭിക്കുന്നു. ഇംഗ്ലണ്ട് റോയൽ നേവി അന്ന് നിർമ്മിച്ചുകൊണ്ടിരുന്ന കപ്പലുകൾ അന്നത്തെ അത്യാധുനികമായ യുദ്ധസജ്ജമായ കപ്പലുകൾ തന്നെയായിരുന്നു. കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത്ര വലിപ്പമുള്ള കപ്പലുകളായിരുന്നു അവയൊക്കെ. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ അതിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. വ്യാവസായിക വിപ്ലവത്തിന്റെ കടന്നുവരവിനിടെ നീരാവിയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനുകളുടെ വരവ് കപ്പലുകൾക്ക് പുതിയ ശക്തി നൽകുന്നു. മാത്രമല്ല കപ്പലുകളിൽ ഇരുമ്പിന്റെ പ്രയോഗവും ആരംഭിക്കുന്നു. 1750കളിൽ ഈ കപ്പലുകൾ പൂർണ്ണമായും മരത്തടികളിൽ നിർമ്മിച്ച പായ്ക്കപ്പലുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. എങ്കിൽ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ ജനന സമയമായ 1850കളിൽ ഇരുമ്പിൽ നിർമ്മിച്ചതും കൽക്കരി, സ്റ്റീം, ഓയിൽ എഞ്ചിനുകളിൽ പ്രവർത്തിക്കുന്നതുമായ കപ്പലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നിരുന്നു. ദീർഘദൂര യാത്രകൾക്കായി നിർമ്മിച്ച സ്റ്റീം എഞ്ചിൻ കപ്പലുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ ബ്രിട്ടനിലെ വളരെ പ്രശസ്തനായ എഞ്ചിനീയർ ആയിരുന്ന ഇസിംബർഗ് കിങ്ഡം ബ്രൂണൽ ആയിരുന്നു.
അദ്ദേഹം നിർമ്മിച്ച SS വെസ്റ്റേൺ എന്ന കപ്പലാണ് ആദ്യമായി ദീർഘദൂര യാത്ര നടത്തിയ സ്റ്റീം പവറിൽ പ്രവർത്തിച്ചിരുന്ന കപ്പൽ. 1838 ബ്രിസ്റ്റലിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ആയിരുന്നു ഈ കപ്പലിന്റെ ആദ്യ യാത്ര. ഈ യാത്രയോടെ അറ്റ്ലാന്റിക് സമുദ്രം മറികടക്കാൻ ആവശ്യമായ സമയം ഗണ്യമായി കുറയ്ക്കാനും കാറ്റാടി കപ്പലുകളേക്കാൾ കൂടുതൽ വിശ്വസ്തമായി നീരാവി ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഈ കപ്പലുകൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നും തെളിയുന്നു. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് കപ്പൽ യാത്രകളിലേക്ക് കടന്നു വരുമ്പോഴേക്കും കപ്പൽ നിർമ്മാണത്തിൽ ഇരുമ്പിന്റെയും നീരാവിയിൽ പ്രവർത്തിക്കുന്ന കപ്പൽ എഞ്ചിനുകളിലും വളരെയധികം പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. വളരെ ചെറിയ ഗ്രാമമായ ഹാൻലിയിൽ വളർന്നു വന്ന ക്യാപ്റ്റൻ എഡ്വേർഡിന് ഇതിനെക്കുറിച്ച് അധികമൊന്നും അറിവുകൾ ഉണ്ടായിരുന്നില്ല. 1850കളിലും 1860കളുടെ തുടക്കത്തിലും കടലിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന അറിവുകളെല്ലാം തൻ്റെ അർദ്ധ സഹോദരനായ ജോസഫ് പറഞ്ഞ കഥകൾ മാത്രമായിരുന്നു. അന്ധമായ ദൈവവിശ്വാസികളും പ്രാകൃതമായ പല മതപരമായ വിശ്വാസങ്ങളിലും അന്ധമായി വിശ്വസിച്ചിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ മാതാപിതാക്കൾ. ഹാൻലിയിൽ നിന്നും പഠനത്തിനായി വളരെ ദൂരെയുള്ള അറ്റ്യൂറിയയിലെ ബ്രിട്ടീഷ് സ്കൂളിലാണ് അദ്ദേഹം ചേർന്നത്. 1850-60കളിൽ അദ്ദേഹത്തിന്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് 50 വർഷങ്ങൾക്കിപ്പുറം 1912 സഹപാഠികൾക്ക് പറയാനുണ്ടായിരുന്നത് വളരെ നല്ല വാക്കുകൾ തന്നെയായിരുന്നു. സഹപാഠികൾക്ക് എപ്പോഴും എന്ത് സഹായത്തിനും കൂടെ നിൽക്കുന്ന പ്രകൃതക്കാരൻ തന്നെയായിരുന്നു ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത്. എങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 1862 12 വയസ്സായപ്പോൾ തന്നെ പഠനം അവസാനിപ്പിച്ച് ട്രൂറിയ ഫോർജിലേക്ക് ഒരു ജോലി തേടി ചെന്നെത്തുന്നു. 1865 സെനറ്റ് വെബർ എന്ന കപ്പലിൽ ജോലി ചെയ്തിരുന്ന തന്റെ സഹോദരനായ ജോസഫിനെ ചെന്ന് കാണുകയാണ് ക്യാപ്റ്റൻ സ്മിത്ത് ആദ്യം ചെയ്തത്. ഈ കാലഘട്ടത്തിൽ നടത്തിയ ചെറിയ ചെറിയ സമുദ്രയാത്രകളിൽ സമുദ്രജീവികളിൽ വളരെയധികം ആകൃഷ്ടനായ ക്യാപ്റ്റൻ എഡ്വേർഡ് ഒരു നാവികനാകാൻ തന്നെ സ്വയം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ യാഥാസ്ഥിതികരായ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹം ഒരു നാവികനാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. 1867 ലിവർപൂൾ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ആൻഡ്രൂ ഗിബ്സൺ എന്ന നാവിക കേന്ദ്രത്തിൽ ചേരുകയും ചെയ്തു. 3 വർഷങ്ങൾ അദ്ദേഹം ഒരു സാധാരണ നാവികനായി അവിടെ ജോലിയും ചെയ്യുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം സഹോദരനായ ജോസഫിന്റെ സഹായത്തോടെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്ഥാനക്കയറ്റം നേടി. അമേരിക്കയിലേക്ക് ജോസഫ് ക്യാപ്റ്റനായി നയിച്ച ഒരു കപ്പലിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന ഉയർന്ന സ്ഥാനത്തുള്ള 14 പേർ അപ്രതീക്ഷിതമായി യാത്രയിൽ നിന്നും പിന്മാറുന്നു. ഈ സാഹചര്യം ജോസഫ് തൻ്റെ സഹോദരന് വേണ്ടി ഉപയോഗിക്കുന്നു. അധികം പരിചയസമ്പത്തൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും എഡ്വേർഡ് സ്മിത്തിനെ കപ്പലിന്റെ 3ാമത്തെ സ്ഥാനത്തേക്ക് ജോസഫ് ഉയർത്തുന്നു. ഒരു മികച്ച നാവികൻ എന്ന നിലയിൽ പേരെടുക്കണമെങ്കിൽ അനേകം സമുദ്രയാത്രകൾ നടത്തിയാൽ മാത്രം പോരാ എന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. 1871 ജൂലൈ മാസത്തിൽ അദ്ദേഹം ഒരു നാവികനാകാനായി ഇംഗ്ലണ്ട് സർക്കാർ നിശ്ചയിച്ചിരുന്ന യോഗ്യതാ പരീക്ഷ പാസ്സാകുന്നു. യോഗ്യത നേടിയതിനു ശേഷം അദ്ദേഹം ഓർലിയൻഡിലേക്കാണ് ആദ്യ യാത്ര നടത്തിയത്. തുടർന്ന് അർജന്റീന, ചിലി, പെറു എന്നിവിടങ്ങളിലേക്കും അദ്ദേഹം യാത്ര നടത്തി. യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടുകയും അപ്പോഴേക്കും 10 വർഷത്തിലധികം സമുദ്രയാത്രകളിൽ പങ്കെടുത്ത പരിചയവും കാരണം ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിനെ ഗിബ്സൺ ആൻഡ് കമ്പനിയുടെ ലിസി ഫൈനൽ എന്ന കപ്പലിൽ ഒരു ഉയർന്ന ഓഫീസറായി നിയമിക്കുന്നു. എങ്കിലും ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് ഇതിലൊന്നും സന്തുഷ്ടനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ലിസി ഫെനൽ എന്ന താരതമ്യേന വലിപ്പം കുറഞ്ഞ ഒരു കപ്പലിൽ ആയിരുന്നില്ല. 1880 ജനുവരിയിൽ ലിവർപൂളിലായിരിക്കുമ്പോൾ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഷിപ്പായ ബ്രിട്ടാനിക് എന്ന കപ്പൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ ബ്രിട്ടാനിക് എന്ന കപ്പൽ ലിസി ഫെനൽ എന്ന കപ്പലിനേക്കാൾ 5 ഇരട്ടി വലിപ്പമുള്ള കപ്പലായിരുന്നു. ഈ കപ്പൽ കണ്ടുമുട്ടി ദിവസങ്ങൾക്കകം തന്നെ ക്യാപ്റ്റൻ എഡ്വേർഡ് ബ്രിട്ടാനിക് കപ്പൽ സന്ദർശിക്കാനുള്ള അനുമതി നേടിയെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുമായി ഒരു കരാറിൽ എത്തുക എന്നത് തന്നെയായിരുന്നു. അങ്ങനെ അക്കാലത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കപ്പൽ ഗതാഗതത്തിൽ വളർന്നു വരുന്ന ഭീമന്മാരായ കമ്പനികളിൽ ഒന്നിന്റെ ജീവനക്കാരനായി എഡ്വേർഡ് സ്മിത്ത് മാറുന്നു. ഈ വൈറ്റ് സ്റ്റാർ ലൈൻ പോലെയുള്ള വൻകിട കപ്പൽ കമ്പനികളെ പറ്റി പറയാതെ നമുക്ക് ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ ജീവിതം പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. 1845 ജോൺ പിൽകിങ്ടൺ, ഹെൻറി വിൽസൺ എന്നിവർ ചേർന്നാണ് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി ലിവർപൂളിൽ സ്ഥാപിക്കുന്നത്. ആദ്യമൊക്കെ ചെറുകപ്പലുകൾ വാടകയ്ക്ക് നൽകുന്ന കമ്പനിയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഈ മേഖലയിൽ വലിയ വിജയം കൈവരിച്ച വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി പിന്നീട് വലിപ്പം കൂടിയതും വിലയേറിയതുമായ ആഡംബര പാസഞ്ചർ ഷിപ്പുകളുടെ നിർമ്മാണത്തിലേക്ക് തിരിയുന്നു. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങൾ നടക്കുന്ന കാലത്താണ് വൈറ്റ് സ്റ്റാർ ലൈൻ പോലെയുള്ള കപ്പൽ കമ്പനികളുടെ കടന്നുവരവ്. അന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിന് ആളുകൾ സ്വീകരിച്ചിരുന്ന മാർഗം കടൽ മാർഗമുള്ള യാത്ര തന്നെയായിരുന്നു. യൂറോപ്യൻ പരിവേഷണത്തിന്റെയും കോളനിവൽക്കരണത്തിന്റെയും യുഗം 1500-1800 ഇടയിലാണ് നടക്കുന്നത്. ഈ കാലയളവിൽ അമേരിക്കയിലേക്ക് 2 ദശലക്ഷത്തിലധികം ആളുകളാണ് കുടിയേറി പാർക്കുന്നത്. വ്യവസായവൽക്കരണം, മെച്ചപ്പെട്ട ഭക്ഷണം,
അന്ന് വളരെ പെട്ടെന്ന് പടർന്നു പിടിച്ചിരുന്ന പകർച്ചവ്യാധികൾക്ക് ലഭിക്കുന്ന ചികിത്സ, അതിനുള്ള വാക്സിനുകൾ, മാത്രമല്ല അനിയന്ത്രിതമായ കുടുംബാസൂത്രണം കാരണമുള്ള ജനസംഖ്യാ വർധനവൊക്കെ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ കുടിയേറ്റം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഈ കാലയളവിൽ 25 മില്യൺ യൂറോപ്യൻസ് ആണ് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നത്. ഇതിൽ നിന്നും കപ്പലുകളുടെ ഉപയോഗം അന്ന് എത്രമാത്രമാണ് മനുഷ്യൻ ആശ്രയിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ ദീർഘദൂര യാത്രകൾക്കൊക്കെ കപ്പൽ മാത്രമായിരുന്നു ആശ്രയം എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വൻകിട കപ്പൽ കമ്പനികൾ വളർന്നു വരുന്നു. സ്റ്റീം എഞ്ചിൻ കപ്പലുകളുടെ കടന്നുവരവ് ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1 മാസത്തോളം നീണ്ടുനിന്ന യാത്രകൾ 10 ദിവസത്തിലേക്കും കൂടുതൽ പുരോഗതി കൈവന്നതോടെ കപ്പൽ യാത്രകളുടെ വേഗത കൂടുകയും യാത്രാസമയം കുറഞ്ഞു വരികയും ചെയ്തു. ദുരിതങ്ങൾ മാത്രം നിറഞ്ഞ കടൽ യാത്രകൾ എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ചിടത്തു നിന്നും ഒരു കപ്പൽ യാത്ര ചെയ്യാനായി ഒരു ടിക്കറ്റ് പോലും കിട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാലം മാറുന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര നടത്തുന്നതിന്റെ പ്രധാന ഹബ്ബായി അന്ന് ലിവർപൂൾ മാറിയിരുന്നു. 1820-നും 1920-നും ഇടയിൽ ലിവർപൂളിൽ നിന്നും അമേരിക്കയിലേക്ക് കപ്പൽ കയറിയ ഐറിഷ് പൗരന്മാരുടെ മാത്രം കണക്ക് നോക്കിയാൽ 45 ലക്ഷത്തിലധികം വരും. അത് ഇങ്ങനെയുള്ള കുടിയേറ്റങ്ങളുടെ കാലത്തെ യാത്രകൾ മുതലെടുത്ത് ഉയർന്നു വന്ന ലിവർപൂളിലെ പ്രധാന കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്ത് കരാറിലേർപ്പെട്ട വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനി. ഇത്രയും വലിയ കമ്പനിയിൽ ചേരാനായി 3-ാമത്തെ റാങ്കിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന് ഒരു റാങ്ക് പിന്നിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അതായത് ഒരു കപ്പലിലെ 4-ാമത്തെ ഓഫീസറായിട്ടാണ് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയിൽ ക്യാപ്റ്റൻ സ്മിത്ത് ചേരുന്നത്. എങ്കിലും വളരെ വൈകാതെ തന്നെ ന്യൂസിലൻഡിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ യാത്ര നടത്തിക്കൊണ്ടിരുന്ന കോപ്റ്റിക് എന്ന കപ്പലിൽ 2-ാമത്തെ ഓഫീസറായി സ്ഥാനക്കയറ്റം അദ്ദേഹം നേടുകയും ചെയ്തു. അന്നത്തെ പരിമിതമായ കന്നുകാലി ശേഖരണം ബ്രിട്ടനിൽ നിന്നും വർദ്ധിച്ച ജനസംഖ്യയുള്ള ലോകത്തിന്റെ പല ഭാഗത്തേക്കും കൊണ്ടെത്തിക്കുന്ന യാത്രകളായിരുന്നു ഈ കപ്പൽ നടത്തിയിരുന്നത്. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ പരിചയസമ്പത്തിനും മറ്റും അഭികാമ്യമായ ഒരു ജോലി ആയിരുന്നില്ല ഇത്. എങ്കിലും പിന്നീട് അദ്ദേഹം ആകൃഷ്ടനായ അല്ലെങ്കിൽ അതിയായി ആഗ്രഹിച്ചിരുന്ന ബ്രിട്ടാനിക് എന്ന കപ്പലിൽ 1880-ൽ ജോലി നേടുന്നു. 1885 വരെ അദ്ദേഹം ബ്രിട്ടാനിക് എന്ന കപ്പലിൽ സെക്കൻഡ് ഓഫീസറായി ജോലി ചെയ്തു. ഒരു വലിയ പാസഞ്ചർ ഷിപ്പ് നയിക്കാനും ദീർഘദൂര സമുദ്രയാത്രകൾ നടത്താനുമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനുഭവങ്ങളായിരുന്നു ബ്രിട്ടാനിക് എന്ന കപ്പലിൽ നിന്നും ലഭിച്ചത്. ഈ യാത്രകൾക്ക് ശേഷം തന്റെ 37-ാമത്തെ വയസ്സിൽ 1887 ജനുവരി 13-ന് തന്റെ പ്രണയിനിയും ഒരു കർഷകന്റെ മകളുമായ സാറ എലീന പെന്നിംഗ്ടൺ എന്ന യുവതിയുമായി വിവാഹം കഴിക്കുന്നു. ഈ വിവാഹം നടക്കുമ്പോൾ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിനേക്കാൾ 11 വയസ്സ് മൂത്തതായിരുന്നു സാറ. വിവാഹശേഷം ഇരുവരും ലിവർപൂളിലാണ് സ്ഥിരതാമസമാക്കുന്നത്. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയിൽ തന്നെ ജോലി തുടരുമ്പോൾ 1888-ൽ അവർക്ക് ഒരു മകൾ ജനിക്കുന്നു. മകളുടെ പേര് ഹെലൻ മെൽവിൻ സ്മിത്ത് എന്നായിരുന്നു. 1888-ൽ അദ്ദേഹത്തിന് ബോൾട്ടിക് എന്ന കപ്പലിൽ ക്യാപ്റ്റൻ പദവി ലഭിക്കുന്നു. മാത്രമല്ല അതേ വർഷം ഫെബ്രുവരിയിൽ തന്നെ എക്സ്ട്രാ മാസ്റ്റേഴ്സ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കുകയും റോയൽ നേവി റിസർവിൽ ചേരുകയും ചെയ്തു. ഇതോടെ റോയൽ നേവിയുടെ പ്രത്യേക പദവിയായ പേരിന് മുൻപ് ചേർക്കുന്ന RNR ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതിനർത്ഥം അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിന് വേണ്ടി യുദ്ധസമയത്ത് സേവനം നൽകാൻ സാധിക്കും എന്നാണ്. മാത്രമല്ല അദ്ദേഹം നയിക്കുന്ന കപ്പലുകൾക്ക് RNR എന്നെഴുതിയ നീല പതാക ഉയർത്താനുള്ള അവകാശവും ലഭിക്കുന്നു. ഇതിനുശേഷം റിപ്പബ്ലിക്, സെൽറ്റിക്, കോപ്റ്റിക് എന്നീ കപ്പലുകളിൽ അദ്ദേഹം തന്റെ സേവനം നൽകുന്നുണ്ട്. 1889 ജനുവരി 27-ന് ന്യൂയോർക്കിലേക്കുള്ള ഒരു യാത്രയിൽ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് നയിച്ച റിപ്പബ്ലിക് എന്ന കപ്പലിൽ തീപിടിക്കുകയും അതിലെ 3 പേർ മരണപ്പെടുകയും ചെയ്തു. നിരവധി പേർക്ക് പരിക്കുകളും പറ്റി. ഈ അപകടത്തെ പറ്റി എഡ്വേർഡ് സ്മിത്ത് നൽകിയ റിപ്പോർട്ടിൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ അപകടത്തിന്റെ ആഴം കുറച്ച് കാണിച്ചതായി പരാമർശിക്കപ്പെടുന്നുണ്ട്. 1990 ഡിസംബറിൽ റിയോ ഡി ജനീറോയിൽ വെച്ച് അദ്ദേഹം നയിച്ച കോപ്റ്റിക് എന്ന കപ്പലും അപകടത്തിൽപ്പെട്ടിരുന്നു. അന്നത്തെ നാവിഗേഷൻ ഉപകരണങ്ങളുടെ കുറവുകൾ കാരണമാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. എങ്കിലും ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ നേതൃപാടവത്തിലെ പാളിച്ചകൾ വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ഈ അപകടം. 1895-ൽ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിനെ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി അന്നത്തെ പ്രധാന ഷിപ്പായ മജസ്റ്റിക്കിന്റെ ക്യാപ്റ്റനായി നിയമിക്കുന്നു. ഈ കപ്പൽ അന്നത്തെ കാലത്ത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, അതായത് 6 ദിവസം കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രം മറികടന്ന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഈ നേട്ടം കൈവരിച്ചതുകൊണ്ട് തന്നെ അതിനായി പ്രത്യേകം ലഭിച്ച ബ്ലൂ റിബൺ അവാർഡ് മജസ്റ്റിക് എന്ന കപ്പലിന് ലഭിച്ചിരുന്നു. ക്യാപ്റ്റൻ സ്മിത്ത് ഏകദേശം 9 വർഷത്തോളം മജസ്റ്റിക്കിന്റെ ക്യാപ്റ്റനായി തുടരുന്നു. യൂറോപ്പിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രകളാണ് അക്കാലത്ത് ഈ ഷിപ്പ് നടത്തിയിരുന്നത്. എങ്കിലും ഇടയ്ക്ക് വെച്ച് കുറച്ചു കാലം ദക്ഷിണാഫ്രിക്കയിലെ സൈനിക സേവനത്തിനായി ക്യാപ്റ്റൻ സ്മിത്തും മജസ്റ്റിക് എന്ന കപ്പലും നിയോഗിക്കപ്പെട്ടു. 1899-നും 1902-നും ഇടയിൽ നടന്ന ബോർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് കോളനികളിലേക്ക് വൻതോതിൽ സൈനികരെ കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് ബ്രിട്ടീഷ് സർക്കാർ മജസ്റ്റിക് എന്ന കപ്പൽ അന്ന് ഉപയോഗിക്കുന്നത്. ഈ സൈനിക നീക്കത്തിൽ സേവനമനുഷ്ഠിച്ച ക്യാപ്റ്റൻ സ്മിത്തിന്
ഇംഗ്ലണ്ട് രാജാവിൻ്റെ പ്രത്യേക പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. എങ്കിലും ഈ സേവനത്തിനിടയ്ക്ക്, അതായത് 1901 മജസ്റ്റിക് കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു തീപിടുത്തത്തിൽ അത് അണയ്ക്കുന്നതിനായി ക്രൂ അംഗങ്ങൾ കപ്പലിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കുകയും അതിലൂടെ കപ്പൽ ജലം കടത്തിവിട്ട് ആ തീ അണയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തമായിരുന്നത് കൊണ്ട് തന്നെ വെള്ളം കടത്തിവിട്ട് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ അപകടത്തിന് വഴിവെച്ചേനെ. പക്ഷേ എന്തുകൊണ്ടോ ക്രൂ അംഗങ്ങൾ ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറുകയും മറ്റു വഴികളിൽ കൂടി തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. പക്ഷേ ഈ തീ പിടിച്ചത് തീ അണയ്ക്കാനായി ക്രൂ അംഗങ്ങൾ തീരുമാനമെടുത്തത് ഒന്നും തന്നെ തക്കതായ സമയത്ത് ക്യാപ്റ്റൻ സ്മിത്ത് അറിഞ്ഞിരുന്നില്ല. സ്വന്തം കപ്പലിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാസമയം മനസ്സിലാക്കാത്ത ഒരു അശ്രദ്ധ മനോഭാവമുള്ള ക്യാപ്റ്റനെ നമുക്ക് ഈ സാഹചര്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. എന്തുതന്നെയായാലും 25 വർഷങ്ങൾ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയിൽ ക്യാപ്റ്റനായി ജോലി തുടർന്ന ക്യാപ്റ്റൻ സ്മിത്ത് ഈ കമ്പനിയിലെ ഏറ്റവും പ്രധാന ക്യാപ്റ്റന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. ഇതോടെ 1904 അദ്ദേഹത്തിന് ബോൾട്ടിക് എന്ന കപ്പലിന്റെ ചുമതല ലഭിക്കുന്നു. തുടക്കകാലത്ത്, അതായത് 1880കളിൽ അദ്ദേഹം ജൂനിയറായി ജോലി ചെയ്തിരുന്ന ബോൾട്ടിക് എന്ന ചെറിയ കപ്പലായിരുന്നില്ല അത്, മറിച്ച് ഇതൊരു പുതിയ കപ്പലാണ്. പഴയ ബോൾട്ടിക് എന്ന കപ്പൽ 1888 തന്നെ അമേരിക്കൻ കമ്പനിയായ അമേരിക്കൻ ലൈനിന് വിൽക്കുന്നുണ്ട്. ശേഷം 1898 ബോൾട്ടിക് എന്ന ആ പഴയ കപ്പൽ മുങ്ങുകയും ചെയ്തു. വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ തുടക്കകാലത്തുണ്ടായിരുന്ന ഷിപ്പുകളിൽ ഒന്നായിരുന്നു ബോൾട്ടിക്. അതുകൊണ്ട് തന്നെ പുതുതായി നിർമ്മിച്ച 4 വലിയ ഷിപ്പുകളിൽ ഒന്നിന് അവർ ബോൾട്ടിക് എന്ന പേര് നൽകുകയായിരുന്നു. 1904 ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ കപ്പലുകളിൽ ഒന്നാമൻ ബോൾട്ടിക് തന്നെയായിരുന്നു. ക്യാപ്റ്റൻ സ്മിത്തിന്റെ കീഴിൽ ബോൾട്ടിക് ലിവർപൂളിൽ നിന്നും ന്യൂയോർക്കിലേക്ക് സ്ഥിരമായി യാത്രകൾ നടത്തി വന്നു. പക്ഷേ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന പാളിച്ചകൾ കാരണം ഈ കപ്പലിൽ യന്ത്രത്തകരാർ ഉണ്ടാവുകയും ട്രിപ്പുകൾ വളരെയധികം മുടങ്ങുകയും ചെയ്യുന്നു. കമ്പനി ഉദ്ദേശിച്ചതുപോലെയുള്ള ലാഭം നേടിയെടുക്കാൻ ഈ കപ്പലിന് സാധിച്ചതുമില്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ ക്യാപ്റ്റൻ സ്മിത്തിന്റെ നേതൃപാടവത്തിൽ ഒരു കുറവുകളും കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. ഇതോടെ 1907 വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി അവരുടെ പ്രവർത്തന കേന്ദ്രം ലിവർപൂളിൽ നിന്നും സതാപ്റ്റണിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. വൈറ്റ് സ്റ്റാർ ലൈനിന്റെ കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന അമേരിക്കയിലേക്കുള്ള യൂറോപ്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ഇംഗ്ലീഷ് ചാനലിൽ ഒരു പുതിയ തുറമുഖം തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ ആവശ്യം തന്നെയായിരുന്നു. അന്ന് കുടിയേറ്റ രീതികളിൽ വന്നുകൊണ്ടിരുന്ന മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി നടത്തിയ ഒരു വലിയ നീക്കം തന്നെയായിരുന്നു സതാപ്റ്റണിലേക്ക് മാറാനുള്ള കമ്പനിയുടെ തീരുമാനം. സതാപ്റ്റണിലേക്ക് മാറിയതോടെ ക്യാപ്റ്റൻ സ്മിത്തിനും അവിടേക്ക് കുടുംബസമേതം തന്നെ മാറേണ്ടി വന്നു. സതാപ്റ്റണിലേക്ക് കുടുംബസമേതം താമസമാക്കിയതിനു ശേഷം അദ്ദേഹം വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഏറ്റവും വലിയ 4 കപ്പലുകളിൽ ഒന്നായ അഡ്രിയാറ്റിക് എന്ന കപ്പലിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഈ കപ്പലിന്റെ ചുമതല കൂടി ഏറ്റെടുത്തതോടെ സതാപ്റ്റണിൽ നിന്നുള്ള ക്യാപ്റ്റന്മാർക്കിടയിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനം തന്നെ അദ്ദേഹം നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. വോൾഫ് ഹണ്ട് ഇനത്തിൽപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട ഡോഗിനെയും പിടിച്ച് കയ്യിൽ സിഗരറ്റും പുകച്ച് ഡക്കിലേക്ക് നടന്നു കയറുന്ന ക്യാപ്റ്റൻ സ്മിത്തിനെ നോക്കി മറ്റു ക്യാപ്റ്റന്മാർ അസൂയാലുക്കളായി നിൽക്കുന്നത് അന്നൊക്കെ സ്ഥിരം കാഴ്ച തന്നെയായിരുന്നു. ഇതേ കാലയളവിൽ തന്നെ ക്യാപ്റ്റൻ സ്മിത്തിന്റെ കമ്പനിയായ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കപ്പൽ യാത്രാ വ്യവസായം വൻതോതിൽ വർദ്ധിച്ചു വരുന്ന കാലം. ന്യൂയോർക്ക് നഗരത്തിലേക്ക് കുടിയേറ്റം നടന്നതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച വർഷമായിരുന്നു 1907. ഈ വർഷത്തിൽ ഏപ്രിൽ 17 മാത്രം കപ്പൽ മാർഗം അറ്റ്ലാന്റിക് കടന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത യൂറോപ്യൻസിന്റെ എണ്ണം 11,700 അധികമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രമാർഗം സഞ്ചരിക്കുന്ന മനുഷ്യരുടെ അഭൂതപൂർവമായ വർധനവും അന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ പ്രധാന എതിരാളികളിൽ ഒന്നായി പ്രവർത്തിച്ചിരുന്ന കുനാഡ് ഗ്ലൈൻ എന്ന കമ്പനി ലൂസിറ്റാനി എന്ന പടുകൂറ്റൻ കപ്പൽ നിർമ്മിച്ചതും പുതിയ വലിയ പാസഞ്ചർ കപ്പലുകൾ നിർമ്മിക്കുക എന്ന പദ്ധതിയിലേക്ക് വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയെ നയിക്കുന്നു. അന്നത്തെ വൈറ്റ് സ്റ്റാർ ലൈനിന്റെ ചെയർമാനായിരുന്ന ജോസഫ് ബ്രൂസ് ഇസ്മെ ബെൽഫോസ്റ്റിലെ കപ്പൽ നിർമ്മാണ കമ്പനിയായ ഹാർഡ്ലാൻഡ് വോൾഫുമായി പുതിയ പാസഞ്ചർ കപ്പലുകൾ നിർമ്മിക്കുന്നതിന് കരാറിൽ ഏർപ്പെടുന്നു. ഈ കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളായിരിക്കണം അതെന്ന് ചെയർമാനായിരുന്ന ജോസഫ് ബ്രൂസിന് നിർബന്ധമുണ്ടായിരുന്നു. 1908 തന്നെ കപ്പലുകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 3 കപ്പലുകളാണ് ഒരുമിച്ച് നിർമ്മിക്കുന്നതിനായി തീരുമാനമെടുത്തത്. 4 വർഷത്തെ സമയമെടുത്ത് അവർ നിർമ്മിക്കുന്ന കപ്പലുകളുടെ പേര് ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തെ കപ്പലിന്റെ പേര് ഒളിമ്പിക് എന്നും, രണ്ടാമത്തേതിന് ടൈറ്റാനിക് എന്നും, മൂന്നാമത്തേത് ബ്രിട്ടാനിക് എന്നുമായിരുന്നു പേരുകൾ. ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നിർമ്മാണം പൂർത്തിയാക്കിയത് ഒളിമ്പിക് എന്ന കപ്പൽ തന്നെയായിരുന്നു. 1911 ഒളിമ്പിക് എന്ന കപ്പലിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. 1912 ടൈറ്റാനിക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. അതുപോലെ തന്നെ 1914 ബ്രിട്ടാനിക് എന്ന 3ാമത്തെ കപ്പലിന്റെ നിർമ്മാണവും പൂർത്തിയാകുന്നത്. ഈ 3 ഭീമൻ കപ്പലുകളിൽ ഏറ്റവും വലുത് ടൈറ്റാനിക് തന്നെ ആയിരിക്കണമെന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിക്ക് നേരത്തെ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വിശ്വാസമനുസരിച്ച് പ്രപഞ്ചത്തെ അതിന്റെ ആദ്യകാലങ്ങളിൽ അടക്കി ഭരിച്ചിരുന്ന ഗ്രീക്ക് ദേവതമാരുടെ തലമുറയായ ടൈറ്റൻസിന്റെ പേരിൽ നിന്നാണ് ടൈറ്റാനിക് എന്ന പേര് ഈ കപ്പലിന് നൽകുന്നത്. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ആദ്യം നിർമ്മാണം പൂർത്തിയാക്കിയ ഈ 3 കൂറ്റൻ ഷിപ്പുകളിൽ
കപ്പലുകളിൽ ഒന്ന് ഒളിമ്പിക് ആയിരുന്നു. 1911 വേനൽക്കാലത്താണ് ഒളിമ്പിക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. മറ്റു കപ്പലുകളെ അപേക്ഷിച്ച് ഒളിമ്പിക് തങ്ങളുടെ ആദ്യ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു പരീക്ഷണ യാത്ര നടത്തിയിരുന്നു. 1911 മെയ് 29 ഒളിമ്പിക്സ് എന്ന കപ്പൽ കടലിലെ പരീക്ഷണ യാത്രയ്ക്ക് പുറപ്പെടുന്നു. 2 ദിവസം നീണ്ടുനിന്ന യാത്ര പൂർത്തിയാക്കി തിരികെ എത്തിയ അന്നേ ദിവസം തന്നെയാണ് വുഡ്ലാൻഡ് വോൾഫിന്റെ കപ്പൽശാലകളിലെ സ്ലീപ്പ് വേയിൽ നിന്നും വെൽഫാസ്റ്റ് ഹാർബറിലേക്ക് ടൈറ്റാനിക് എന്ന കപ്പൽ സമുദ്രജലത്തിൽ സ്പർശിക്കുന്നത്. വെറും 10 മാസത്തിനുള്ളിൽ 3000 തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യാത്ര നടത്താനുള്ള തയ്യാറെടുപ്പുകൾ പിന്നെ പൂർത്തിയാക്കുന്നു. ഒളിമ്പിക് കപ്പൽ അതിന്റെ ആദ്യ യാത്ര തുടങ്ങിയ ദിവസം തന്നെ ടൈറ്റാനിക് സമുദ്രജലത്തിലേക്ക് വിക്ഷേപിച്ചത് അപ്രതീക്ഷിതമൊന്നുമായിരുന്നില്ല. അത് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ താൽപര്യാർത്ഥം തന്നെയായിരുന്നു. 1 വർഷത്തിന് ശേഷം ടൈറ്റാനിക് സഞ്ചരിക്കേണ്ട അതേ റൂട്ടിൽ കൂടെ തന്നെയായിരുന്നു ഒളിമ്പിക് കപ്പൽ യാത്ര നടത്തിയത്. ഒളിമ്പിക് കപ്പലിന്റെ ഔദ്യോഗികമായ രജിസ്ട്രേഷൻ വെൽഫാസ്റ്റിൽ നടത്തിയതിനു ശേഷം ലിവർപൂളിലേക്കും തുടർന്ന് സതാപ്റ്റണിലേക്കും ഒളിമ്പിക് ഷിപ്പ് ചെന്നെത്തുന്നു. സതാപ്റ്റണിൽ നിന്നുമാണ് ഒളിമ്പിക് ഷിപ്പിലേക്ക് ക്യാപ്റ്റൻ സ്മിത്ത് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത്. അടുത്ത വർഷം നിർമ്മാണം പൂർത്തീകരിക്കുന്ന ടൈറ്റാനിക് ഷിപ്പിന്റെ ക്യാപ്റ്റനായി അദ്ദേഹത്തെ നേരത്തെ തന്നെ നിയമിച്ചു കഴിഞ്ഞിരുന്നു. ഇത്രയധികം വലിപ്പം കൂടിയ ഷിപ്പുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു പക്ഷേ ക്യാപ്റ്റൻ സ്മിത്തിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. സതാപ്റ്റണിലേക്കുള്ള ഒളിമ്പിക് കപ്പലിന്റെ വരവിനെ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമായി തന്നെയാണ് അവർ കണ്ടിരുന്നത്. ഇത്രയും വലിയ കപ്പലുകൾ സതാപ്റ്റൺ തുറമുഖത്ത് പ്രവേശിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പിക്കുക എന്നത് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ പ്ലാനുകളിൽ ഒന്ന് തന്നെയായിരുന്നു. എങ്കിലും വളരെ വിജയകരമായി തന്നെ കപ്പൽ സതാപ്റ്റൺ തുറമുഖത്ത് അടുക്കുന്നു. ഒളിമ്പിക് എന്ന കപ്പലിന്റെ ആദ്യത്തെ ന്യൂയോർക്കിലേക്കുള്ള യാത്ര ക്യാപ്റ്റൻ സ്മിത്തിന് അഭൂതപൂർവമായ മാധ്യമ ശ്രദ്ധ നേടിക്കൊടുത്തു. പക്ഷേ ഒളിമ്പിക് എന്ന കപ്പലിന്റെ 5ാമത്തെ അറ്റ്ലാന്റിക് സമുദ്രയാത്രയിൽ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നു. 1911 സെപ്റ്റംബർ 20 ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്തിനും വൈറ്റ് ഐലൻഡിനും ഇടയിലുള്ള ജലപാതയിൽ വെച്ച് VNS ഹോക്ക് എന്ന കപ്പലുമായി ഒളിമ്പിക് എന്ന കൂറ്റൻ കപ്പൽ കൂട്ടിയിടിക്കുന്നു. ഈ കൂട്ടിയിടി ഒഴിവാക്കാൻ ഇരു കപ്പലിലെയും ക്യാപ്റ്റന്മാർക്ക് സാധിച്ചതുമില്ല. ഹോക്ക് എന്ന കപ്പലിന് ഈ അപകടത്തിൽ വളരെ സാരമായ കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് മുങ്ങിത്തുടങ്ങിയ കപ്പലിനെ കെട്ടിവലിച്ചുകൊണ്ട് സതാപ്റ്റൺ തുറമുഖത്തേക്ക് എത്തിക്കാൻ ഒളിമ്പിക് ഷിപ്പിന് സാധിക്കുകയും ചെയ്തു. പക്ഷേ പുതിയ കപ്പലുകളുടെ ദുർബലതയെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഈ അപകടം. ഇതിൽ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഈ അപകടം നടക്കുമ്പോൾ ഒളിമ്പിക്സിനെ നയിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്ത് ആയിരുന്നില്ല, മറിച്ച് ചീഫ് ഓഫീസർ ഡ്യൂട്ടിയിലായിരുന്ന ഹെൻറി വൈൽഡാണ് കപ്പലിനെ നയിച്ചത്. എങ്കിലും ഈ അപകടത്തിന്റെ ഉത്തരവാദികൾ ഇരു കപ്പലിന്റെയും ക്യാപ്റ്റന്മാർ അല്ല എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ അപകടത്തിന്റെ പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് ഒളിമ്പിക് എന്ന കപ്പലിന്റെ വലിപ്പം തന്നെയായിരുന്നു. കപ്പലിന്റെ ഭാരവും വേഗതയും കാരണം വളരെ അടുത്തുണ്ടായിരുന്ന ഹോക്ക് എന്ന കപ്പലിനെ വലിച്ചെടുക്കുകയും അതുവഴി കൂട്ടിയിടി നടക്കുകയും ചെയ്തു എന്നാണ് അന്വേഷണ റിപ്പോർട്ട് വന്നത്. വലിപ്പം കൂടിയ കപ്പലുകൾ കാരണമുണ്ടാകുന്ന കടൽ യാത്രയിലെ ഒരു പുതിയ പ്രശ്നത്തിനാണ് ഈ സംഭവം തുടക്കമിട്ടത്. മാത്രമല്ല, ഒരിക്കലും അപകടത്തിൽ തകരില്ല എന്ന് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി അവകാശപ്പെട്ട ഒളിമ്പിക് എന്ന കപ്പലിന്റെ പുറംചട്ട ഈ അപകടത്തിൽ തകർക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഒളിമ്പിക്കിന്റെ 2 വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ വെള്ളം കയറിയത് കൂടുതൽ ആശങ്കാകരമായ പ്രശ്നമായി മാറിയിരുന്നു. ഇതോടെ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ഒരിക്കലും അപകടത്തിൽ തകർക്കപ്പെടില്ല എന്ന് അവകാശപ്പെടുന്ന ഭീമൻ കപ്പലുകളുടെ വിശ്വാസതയെ ചോദ്യം ചെയ്യുന്ന സംഭവമായി ഇത് മാറി. തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി ഒളിമ്പിക് ഷിപ്പ് ബെൽഫാസ്റ്റിലേക്ക് അയക്കുകയും ചെയ്തു. ബെൽഫാസ്റ്റിൽ ടൈറ്റാനിക്കിന്റെ നിർമ്മാണവും ഈ സമയത്ത് നടക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതുവരെ ഒളിമ്പിക്സ് കപ്പലിന്റെ ക്യാപ്റ്റനായി സ്മിത്ത് തുടരുകയും ചെയ്തു. 1912 ഏപ്രിൽ 2 പണി പൂർത്തിയാക്കിയ ടൈറ്റാനിക് കപ്പലിന്റെ ആദ്യ യാത്രയ്ക്ക് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി അധിക നാളുകൾ നീട്ടിവെച്ചില്ല. അതിനായുള്ള അന്തിമ ക്രമീകരണങ്ങൾ വളരെ വേഗത്തിൽ കമ്പനി പൂർത്തിയാക്കി. ഈ യാത്രയ്ക്കായി ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യ യാത്രയുടെ റൂട്ട് മാപ്പും അവർ തയ്യാറാക്കി. പ്ലാൻ പ്രകാരം ആദ്യം ബെൽഫാസ്റ്റിൽ നിന്നും സതാപ്റ്റണിലേക്ക് യാത്ര തിരിക്കണം. കാരണം സൗത്ത് ഇംഗ്ലണ്ടിൽ നിന്നും യാത്ര നടത്തുന്ന വൈറ്റ് സ്റ്റാർ ലൈനിന്റെ കപ്പലുകളുടെ പ്രധാന തുറമുഖമായി സതാപ്റ്റൺ അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. സതാപ്റ്റണിൽ നിന്നും കുറച്ച് യാത്രക്കാരെ കയറ്റിയ ശേഷം ഇംഗ്ലീഷ് ചാനൽ വഴി വെസ്റ്റിലേക്ക് നീങ്ങി ഷെർബർഗ് തുറമുഖത്തെത്തി ഫ്രഞ്ച് കോണ്ടിനെന്റൽ യാത്രക്കാരെ കയറ്റണം. ഏറ്റവും അവസാനം യാത്രക്കാരെ എടുക്കേണ്ടിയിരുന്ന തുറമുഖം അന്നത്തെ അയർലൻഡിലെ ക്വീൻസ്റ്റോൺ എന്നറിയപ്പെടുന്ന തുറമുഖമായിരുന്നു. ഏപ്രിൽ 11 സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി ബെൽഫാസ്റ്റിൽ നിന്നും ക്വീൻസ്റ്റോണിലേക്ക് പുറപ്പെടാൻ ആദ്യമായി തീരുമാനിച്ചിരുന്നത്. ക്വീൻസ്റ്റൺ തുറമുഖത്ത് നിന്നും വടക്ക് കിഴക്കൻ കാനഡയിലെ ഫൗണ്ട്ലാൻഡ് തീരങ്ങളിലൂടെയുള്ള വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രപാതകളിലൂടെ സഞ്ചരിച്ച് ന്യൂ ഇംഗ്ലണ്ട് കടന്ന് ന്യൂയോർക്ക് തുറമുഖത്ത് എത്തിച്ചേരുക. ഇതായിരുന്നു പ്ലാൻ ചെയ്ത യാത്ര റൂട്ട്. ഈ യാത്രയിൽ മുന്നേ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ കപ്പൽ തന്നെ സ്വന്തമാക്കിയിരുന്ന 6 ദിവസം കൊണ്ട് അറ്റ്ലാന്റിക് മറികടന്ന റെക്കോർഡ് തകർക്കാനും അത് തകർക്കുന്നതിലൂടെ ലഭിക്കുന്ന ബ്ലൂ റിബൺ സ്വന്തമാക്കാനും അവർ ആഗ്രഹിച്ചിരുന്നു എന്നും ആരോപണം ഉയരുന്നുണ്ട്. അതൊരു ആരോപണമാണെന്ന് പറയുമ്പോഴും ബെൽഫാസ്റ്റിൽ നിന്നും ടൈറ്റാനിക് കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് വേഗത കൈവരിക്കാനായി ആവശ്യത്തിലധികം കൽക്കരി കത്തിച്ചതുകൊണ്ട് ഒരു ചെറിയ തീപിടുത്തവും ഉണ്ടായിരുന്നു. പക്ഷേ അക്കാലത്ത്, അതായത് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത്
ഇതുപോലെയുള്ള ചെറിയ തീപിടുത്തങ്ങൾ ഇത്തരം കപ്പലുകളിൽ സാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമായി എടുത്തതുമില്ല. എങ്കിലും ഈ കൽക്കരി ബങ്കറിൽ ഉണ്ടായ തീപിടുത്തം 2 ആഴ്ചകൾ തുടർച്ചയായി പുകഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പലിന്റെ പുറം ഭാഗത്ത് 30 അടി വരെ നീളമുള്ള ഒരു വലിയ കറുത്ത പാടുണ്ടാവുകയും ചെയ്തു. ഇതൊരു വലിയ അപകടം അല്ലെങ്കിലും ഈ ഭാഗത്തെ കപ്പലിന്റെ പുറം ഭാഗം ദുർബലപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാം. എന്തു തന്നെയായാലും അന്ന് വരെ നിർമ്മിക്കപ്പെട്ട കപ്പലുകളിൽ ഏറ്റവും വലുതും ആഡംബരപൂർണവുമായ ടൈറ്റാനിക് എന്ന കപ്പൽ ഇപ്പോൾ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. 882 അടി നീളവും കപ്പലിന്റെ ഏറ്റവും അടിഭാഗം മുതൽ ഉയർന്നു നിൽക്കുന്ന ഫണൽസ് വരെയുള്ള 175 അടി ഉയരവും ഉള്ളതായിരുന്നു ടൈറ്റാനിക് എന്ന കപ്പൽ. 1912 ഏപ്രിൽ മാസം ഇതിന്റെ ഡക്കിൽ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ വലിപ്പം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കപ്പൽ ഒരിക്കലും മുങ്ങാൻ സാധ്യതയില്ല എന്ന് പലരും വിധി എഴുതിയത്. 46,000 ടൺ ഭാരം വഹിക്കാൻ കഴിവുള്ള ടൈറ്റാനിക് എന്ന കപ്പൽ ഒരു ദിവസം യാത്ര ചെയ്യാൻ മാത്രം 60 ടൺ കൽക്കരി ആവശ്യമായിരുന്നു. 40 കിലോമീറ്റർ പെർ മണിക്കൂറായിരുന്നു ടൈറ്റാനിക്കിന്റെ വേഗത. ഏകദേശം 2400-ലധികം യാത്രക്കാരെയും 800 ജീവനക്കാരെയും വഹിക്കാൻ ഈ കപ്പലിന് ശേഷിയുണ്ടായിരുന്നു. 1912 ബ്രിട്ടനിലെ കൽക്കരി തൊഴിലാളികൾ ഒരു സമരം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി സതാപ്റ്റണിലേക്കുള്ള ട്രെയിനുകൾ മുടങ്ങുകയും യാത്രക്കാർക്ക് സതാപ്റ്റൺ തുറമുഖത്ത് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ വെറും 1300-ൽ കൂടുതൽ യാത്രക്കാർ മാത്രമാണ് യാത്ര ആരംഭിച്ചപ്പോൾ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത്. കൂടാതെ 900 വരെ വരുന്ന കപ്പൽ ജീവനക്കാരും സഹിതം 2240 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഈ കൂട്ടത്തിൽ ടൈറ്റാനിക് കപ്പലിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച പ്രധാന ശില്പിയായ ബ്രൂസ് ഇസ്മയും അന്നത്തെ വളരെ പ്രശസ്തനായ അമേരിക്കൻ ബിസിനസ് മാഗ്നറ്റ് ആയിരുന്ന ജോൺ ജേക്കബ് നാലാമനും ഉണ്ടായിരുന്നു. ഇവരെ പോലെ പ്രശസ്തരായ ഒരുപാട് പേർ ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്രയിൽ ഇടം നേടിയിരുന്നു. ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ സ്മിത്തിന്റെ പെരുമാറ്റം ഈ യാത്ര തുടങ്ങിയ നിമിഷം മുതൽ വിലയിരുത്തപ്പെട്ടു. ബ്രിട്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള കപ്പൽ യാത്രയിൽ വളരെ വേഗത്തിലെത്തി റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമം ക്യാപ്റ്റൻ എന്ന നിലയിൽ നടത്താൻ തന്റെ ക്രൂ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ആരോപണത്തിൽ പിന്നീട് കഴമ്പുണ്ടായിരുന്നില്ല എന്ന് തെളിഞ്ഞു. കാരണം ഏപ്രിൽ 12, 13 തീയതികളിൽ അദ്ദേഹം കപ്പലിന്റെ മിതമായ വേഗതയായ 22 നോട്ട് വേഗതയിലാണ് മുന്നോട്ട് നയിച്ചത്. ടൈറ്റാനിക് കപ്പൽ യാത്ര തിരിച്ചതിന് ശേഷം ക്രൂ അംഗങ്ങളെ കൊണ്ട് ലൈഫ് ബോട്ടുകൾ അപകട സമയത്ത് താഴ്ത്തുവാനുള്ള മോക്ക് ഡ്രിൽ നടത്തിയിരുന്നില്ല. മറിച്ച് യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു തവണ മാത്രമാണ് ലൈഫ് ബോട്ടുകൾ ഉപയോഗിക്കുന്ന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത്. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് യാത്രാ ദിനങ്ങളിൽ എല്ലാ വൈകുന്നേരവും ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരുടെ കൂടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഇത് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ക്യാപ്റ്റന്മാരുടെ ഒരു ജോലി ഭാഗം മാത്രമായിരുന്നു. സ്മിത്ത് ഒരിക്കലും തന്റെ കടമകളിൽ നിന്നും മാറി നിന്നിരുന്നില്ല. എങ്കിലും ഏപ്രിൽ 14 ന്യൂഫൗണ്ട്ലാൻഡിന്റെയും ലാബ്രഡോറിന്റെയും തീരത്തു കൂടിയുള്ള കപ്പൽപാതയിൽ മഞ്ഞുമലകളുടെ സാന്നിധ്യമുണ്ടെന്ന മുന്നറിയിപ്പ് ഗൗരവത്തിലെടുക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടു. ഇത് തന്നെയായിരുന്നു ഈ യാത്രയിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സാധാരണ ഏപ്രിൽ മാസങ്ങളിൽ കാണാത്ത ഒരു പ്രതിഭാസമായിരുന്നതിനാലാകാം ക്യാപ്റ്റൻ സ്മിത്ത് ഈ സന്ദേശം ഗൗരവത്തിൽ എടുക്കാത്തത്. എങ്കിലും വൈറ്റ് സ്റ്റാർ ലൈനിന്റെ ചെയർമാനായ ഇസ്മയ്ക്ക് സ്മിത്ത് ഈ സന്ദേശം കൈമാറി. ഈ വിഷയത്തിൽ അവർ തമ്മിൽ ചർച്ച നടത്തുകയും ഒരു സാധാരണ സന്ദേശം എന്നതുപോലെ മറ്റ് സീനിയർ ക്രൂ അംഗങ്ങളോട് ഈ സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. കപ്പൽപാതയിൽ മഞ്ഞുമല ഉണ്ടെന്ന് മനസ്സിലാക്കിയെങ്കിലും പാത മാറ്റി സഞ്ചരിക്കാൻ ക്യാപ്റ്റൻ സ്മിത്ത് തയ്യാറായില്ല. പാതയിൽ നിന്നും മാറി സഞ്ചരിക്കാത്തത് വളരെ വേഗത്തിൽ ന്യൂയോർക്കിൽ എത്തി ഒരു റെക്കോർഡ് സൃഷ്ടിക്കാനായിരുന്നില്ല. മറിച്ച് ന്യൂഫൗണ്ട്ലാൻഡിന്റെ സമുദ്രപാതയിലുള്ള മഞ്ഞുപാളികൾ കപ്പലിന് ഒരു തരത്തിലുള്ള ഭീഷണിയുമാകില്ല എന്ന് ക്യാപ്റ്റൻ സ്മിത്ത് വിശ്വസിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനെ തകർക്കാൻ ഒരു മഞ്ഞുപാളിക്കും സാധിക്കില്ല എന്ന് അന്നത്തെ സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഇവിടെ ക്യാപ്റ്റൻ സ്മിത്തും കരുതിയിരിക്കണം. അതുകൊണ്ട് തന്നെ കപ്പലിന്റെ ഗതി മാറ്റാനോ മറ്റു പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല. ഈ തീരുമാനത്തോട് ഒരു ക്രൂ അംഗങ്ങളും എതിർത്തതായും പറയപ്പെടുന്നില്ല. ഏപ്രിൽ 14 രാത്രി 9 ഡെക്കിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ക്യാപ്റ്റൻ സ്മിത്തിന് അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നിയില്ല. പക്ഷേ 2.5 മണിക്കൂറിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 14 തീയതി രാത്രി 11:40 കപ്പലിന്റെ ഡെക്കിലെ ടവറിന് മുകളിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഫെഡറിക് ഫ്ലീറ്റ് എന്നയാൾ അങ്ങകലെ ഇരുട്ടിൽ വെള്ള രൂപത്തിൽ എന്തോ ഒന്ന് കാണുന്നു. അതിലേക്കാണ് കപ്പൽ വളരെ വേഗത്തിൽ അടുക്കുന്നതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഒന്നുകൂടി വ്യക്തമായി നോക്കിയ ഫെഡറിക് ഫ്ലീറ്റ് അത് മനസ്സിലാക്കി. ഒരു ഭീമൻ മല പോലെ തെളിഞ്ഞു വരുന്നത് ഒരു ഐസ് പാളിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വെറും 500 യാർഡ് മാത്രം അകലെ ടൈറ്റാനിക് കപ്പലിന്റെ സഞ്ചാരപാതയുടെ കൃത്യം നടുക്കായിട്ടാണ് ഈ മഞ്ഞുപാളി ഉണ്ടായിരുന്നത്. അപകടം മനസ്സിലാക്കിയ ഉടൻ തന്നെ ഫെഡറിക് ഫ്ലീറ്റ് അപായമണി നിർത്താതെ മുഴക്കാൻ തുടങ്ങി. മണി മുഴക്കുന്നതിനൊപ്പം അലറി വിളിച്ചു പറയാനും തുടങ്ങി.
കേട്ടവർ ഉറക്കെ അപായ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിച്ചു. ക്രൂ അംഗങ്ങൾക്കൊപ്പം ഡെക്കിൽ നിന്ന് യാത്രക്കാരും ബഹളം വെക്കാൻ തുടങ്ങി. ഇതോടെ സീനിയർ ക്രൂ അംഗങ്ങളുടെ നിർദ്ദേശത്തോടെ കപ്പലിന്റെ ഗതി മാറ്റാനുള്ള ശ്രമം നടത്തി. ഇതിന്റെ ഫലമായി കപ്പൽ നേരെ മഞ്ഞുമലയിൽ ചെന്ന് ഇടിക്കുന്നത് ഒഴിവാക്കാൻ സാധിച്ചുവെങ്കിലും കപ്പലിന്റെ മുൻവശത്തെ വലതുഭാഗം മഞ്ഞിൽ ഇടിക്കുന്നത് ഒഴിവാക്കാൻ സാധിച്ചില്ല. കപ്പലിനെ തകർക്കുന്ന തരത്തിലുള്ള കേടുപാടുകൾ തന്നെയാണ് പറ്റിയത്. എങ്കിലും കപ്പലിലുള്ള യാത്രക്കാരിൽ കൂടുതൽ പേരും ഇങ്ങനെ ഒരു അപകടം നടന്നതായി അറിഞ്ഞുപോലുമില്ല. പക്ഷേ വെറും 5 മിനിറ്റിന് ശേഷം എഞ്ചിൻ ഓഫായതോടുകൂടിയാണ് എന്തോ സംഭവിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായത്. കപ്പൽ ഇടിച്ച ഉടൻ തന്നെ ക്യാപ്റ്റൻ സ്മിത്ത് ഓടി ഡക്കിലെത്തുന്നു. ഇടിയുടെ ആഴവും കപ്പലിനേറ്റ പ്രഹരവും മനസ്സിലാക്കാൻ കപ്പലിന്റെ ഡക്കിൽ ചുറ്റി നടന്ന് സ്ഥിതിഗതികൾ വീക്ഷിച്ചു. വളരെ പെട്ടെന്ന് തന്നെ കപ്പൽ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ ക്യാപ്റ്റൻ സ്മിത്തിന് സാധിച്ചു. കപ്പലിന്റെ ഏറ്റവും താഴെയുള്ള 4 കമ്പാർട്ട്മെന്റുകളിൽ വെള്ളം നിറഞ്ഞാൽ പോലും മുങ്ങാത്ത തരത്തിലായിരുന്നു ടൈറ്റാനിക് കപ്പലിന്റെ നിർമ്മാണം നടത്തിയിരുന്നത്. മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച ശേഷം 300 അടി നീളത്തിലാണ് കപ്പലിന്റെ പുറംചട്ട ഇളകിപ്പോയത്. കപ്പലിന്റെ ലോവർ കമ്പാർട്ട്മെന്റിലെ 3 അറകളിലേക്കും 2 ബോയിലർ റൂമുകളിലേക്കും വെള്ളം കയറി. അതായത് ആകെ 5 അറകളിലാണ് വെള്ളം കയറിയത്. ഇതോടെ വാട്ടർ പമ്പ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കപ്പലിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. കപ്പലിലേക്ക് കൂടുതൽ വെള്ളം ഇരച്ചു കയറാതിരിക്കാൻ വേണ്ടിയാണ് കപ്പലിന്റെ എഞ്ചിൻ ആദ്യം തന്നെ ഓഫാക്കിയത്. ഇതോടെ കപ്പൽ മുങ്ങാൻ തുടങ്ങി. ആദ്യം വളരെ പതുക്കെയും പിന്നീട് മുങ്ങുന്നതിന്റെ വേഗത കൂടി വരികയും ചെയ്തു. ഇതിനിടയിൽ കപ്പലിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ തോമസ് ആൻഡ്രൂസ് കപ്പലിന്റെ അപകടത്തിന് ശേഷം താഴെയുള്ള അറകളിലെ കേടുപാടുകൾ നിരീക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ഭയാനകമായ സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതെ, ടൈറ്റാനിക് എന്ന കൂറ്റൻ കപ്പൽ തകർന്നിരിക്കുന്നു. ക്യാപ്റ്റൻ സ്മിത്ത് സഹായത്തിനായി അടുത്തുള്ള കപ്പലുകളുടെ ശ്രദ്ധയാകർഷിക്കാൻ വൈറ്റ് ഫ്ലയർ ഡിസ്ട്രസ് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ കൽക്കരി സ്റ്റോറിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കപ്പലിനുണ്ടാക്കിയ കേടുപാടുകൾ ഒരു പക്ഷേ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ 3-4 കമ്പാർട്ട്മെന്റുകളിൽ മാത്രമേ കേടുപാടുകൾ സംഭവിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ കപ്പൽ തുറമുഖത്തെത്തിക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു എന്നും അനുമാനിക്കപ്പെടുന്നു. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം 11:40 അപകടം നടന്നുവെങ്കിലും 12:10 വരെയും അപകട സിഗ്നലായ മെയ്ഡേ സിഗ്നലുകൾ അയച്ചിരുന്നില്ല. ഇത് ക്യാപ്റ്റന്റെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് കാണിക്കുന്നത്. റേഡിയോ സിഗ്നൽ വഴി അടുത്തുണ്ടായിരുന്ന കപ്പലുകൾ രക്ഷയ്ക്കായി എത്തുമെന്ന് തുടക്കത്തിൽ ക്യാപ്റ്റൻ സ്മിത്ത് കരുതിയിരിക്കണം. ഇതേ സമയം അധിക ദൂരത്തല്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്ന കപ്പലാണ് കാലിഫോർണിയൻ. കടലിലെ മഞ്ഞുപാളികളുടെ സാന്നിധ്യം മനസ്സിലാക്കി വേഗത വളരെ കുറച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഇതേ സമയം കാലിഫോർണിയൻ എന്ന കപ്പൽ. ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിക്കുന്നതിന് ഏകദേശം വെറും 45 മിനിറ്റ് മുൻപ് കാലിഫോർണിയൻ എന്ന കപ്പൽ ഒരു റേഡിയോ സന്ദേശം കൈമാറിയിരുന്നു. ടൈറ്റാനിക് എന്ന കപ്പലിന്റെ വേഗത വളരെ കൂടുതലാണെന്നും മഞ്ഞുമലകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അപകടം വരുത്തിവെക്കും എന്നുമായിരുന്നു ഈ റേഡിയോ സന്ദേശം. പക്ഷേ ഇതേ സമയം ടൈറ്റാനിക് കപ്പലിനുള്ളിൽ തന്നെ ഉള്ളവരുമായി നടത്തിക്കൊണ്ടിരുന്ന ആശയവിനിമയത്തിനിടയ്ക്ക് റേഡിയോ സന്ദേശം അയച്ച് ശല്യപ്പെടുത്താതിരിക്കാൻ വാർണിംഗ് നൽകുകയായിരുന്നു ടൈറ്റാനിക് കപ്പലിലുണ്ടായിരുന്ന റേഡിയോ ഓപ്പറേറ്റർ ചെയ്തത്. അപകടം നടന്ന ഉടൻ തന്നെ അതിലുണ്ടായിരുന്ന ആൾക്കാർ ടൈറ്റാനിക് ഈ അപകടത്തെ എങ്ങനെ മറികടക്കും എന്ന് ചിന്തിക്കുമ്പോൾ ക്യാപ്റ്റൻ സ്മിത്ത് കപ്പൽ ഉപേക്ഷിച്ച് കഴിയുന്നത്ര ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കാൻ തുടങ്ങി. കപ്പലിൽ ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വെറും 20 എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ബോട്ടുകൾ താരതമ്യേന വലിയ ബോട്ടുകൾ തന്നെയായിരുന്നു. ഓരോ ബോട്ടിലും ഏകദേശം 60 പേരെ വരെ ഉൾക്കൊള്ളാനും സാധിക്കുമായിരുന്നു. ടൈറ്റാനിക് കപ്പലിൽ സാധ്യമായ യാത്രക്കാർ ഇല്ലാതിരുന്നിട്ടും ഈ ബോട്ടുകൾ എല്ലാവരെയും രക്ഷിക്കാൻ പ്രാപ്തമായിരുന്നില്ല. ലൈഫ് ബോട്ടുകൾ ശരിയായ രീതിയിൽ വെള്ളത്തിൽ ഇറക്കുകയും ആൾക്കാരെ ക്രമത്തിൽ കപ്പലിൽ നിന്നും ബോട്ടിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂടുതൽ പേരെ രക്ഷിക്കാനും സാധിക്കുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. കടലിലേക്ക് ലൈഫ് ബോട്ടുകൾ എങ്ങനെ ഇറക്കണമെന്നതിൽ കപ്പലിലുണ്ടായിരുന്ന ക്രൂ അംഗങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം കപ്പലുകൾ കടലിലേക്ക് ഇറക്കേണ്ടതിന്റെ രീതി അതിലുള്ളവരെ പഠിപ്പിക്കുകയോ പരിശീലനം നൽകുകയോ ചെയ്തിരുന്നില്ല എന്നതുകൊണ്ടാണ്. മാത്രമല്ല ഈ സമയത്ത് യാത്രക്കാരെ നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഉച്ചഭാഷിണിയും ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, ആദ്യം ബോട്ടിൽ കയറേണ്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് ക്യാപ്റ്റൻ സ്മിത്ത് ഉത്തരവിട്ടു. പക്ഷേ പല സ്ത്രീകളും സ്വന്തം ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ബോട്ടിൽ കയറാൻ തയ്യാറായില്ല. അങ്ങ് ദൂരെ കാണുന്ന കാലിഫോർണിയൻ എന്ന കപ്പൽ തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും കരുതി. അതുകൊണ്ട് തന്നെ കൊടും തണുപ്പിൽ അടച്ചുറപ്പില്ലാത്ത ബോട്ടിൽ യാത്ര ചെയ്യാൻ തുടക്കത്തിൽ കൂടുതൽ പേരും തയ്യാറായതുമില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആദ്യം പുറപ്പെട്ട ബോട്ടുകളിൽ 20 മുതൽ 30 ആൾക്കാർ മാത്രമേ കയറിയിരുന്നുള്ളൂ. 60 പേരെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ബോട്ടിലാണ് ഈ 20-30 പേർ യാത്ര ചെയ്തത് എന്നോർക്കണം. ഇവിടെയും ക്യാപ്റ്റൻ സ്മിത്തിന് പിഴവ് സംഭവിച്ചു. ആളുകളെ കയറ്റി ആദ്യ ബോട്ട് കാലിഫോർണിയൻ കപ്പലിലേക്ക് യാത്ര തുടങ്ങുന്നത് ഏകദേശം 12:45 ലൈഫ് ബോട്ടുകൾ കടലിലേക്ക് ഇറക്കാനും അതിലേക്ക് ആളുകളെ കയറ്റാനും ഇത്രയും വൈകിച്ചത് ക്യാപ്റ്റന്റെ കുറവായി
തന്നെ കണക്കാക്കാം. ടൈറ്റാനിക് മുങ്ങുന്നതിന് മുൻപ് കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്താൻ അടുത്തുള്ള ഏതെങ്കിലും ഒരു കപ്പൽ ടൈറ്റാനിക്കിന്റെ അടുത്ത് എത്തിക്കുക എന്നത് മാത്രമേ വഴിയുള്ളൂ എന്ന് ക്യാപ്റ്റൻ സ്മിത്തിന് മനസ്സിലായി. മുങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ തണുത്തുറഞ്ഞു മരിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് ജീവനുള്ളവരെ മഞ്ഞുമൂടിയ വെള്ളത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ഒരു കപ്പൽ എത്തേണ്ടത് ആവശ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായി കാലിഫോർണിയൻ കപ്പലിലെ റേഡിയോ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാലിഫോർണിയൻ കപ്പലിൽ നിന്നും ഒരു പ്രതികരണവും ലഭിച്ചില്ല. ഇതിന്റെ കാരണമായി പിന്നീട് കണ്ടെത്തിയത് കാലിഫോർണിയൻ കപ്പലിൽ ഒരേ ഒരു റേഡിയോ ഓപ്പറേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ടൈറ്റാനിക് കപ്പലിന്റെ റേഡിയോ ഓപ്പറേറ്റേഴ്സ് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാൾ ഉറക്കത്തിലായിരുന്നു എന്നുമാണ്. പക്ഷേ ഇതേ സമയം തന്നെ കാലിഫോർണിയൻ കപ്പലിന്റെ യാത്രക്കാർക്കും ഡക്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്കും ക്രൂ അംഗങ്ങൾക്കുമൊക്കെ ടൈറ്റാനിക് കപ്പൽ കാണാൻ സാധിക്കുമായിരുന്നു. ടൈറ്റാനിക് കപ്പലിൽ നിന്നും തൊടുത്തുവിട്ട അപകടം സൂചിപ്പിക്കുന്ന ഡിസ്ട്രസ് റോക്കറ്റിന്റെ പ്രകാശം അവർ കണ്ടതുമാണ്. പക്ഷേ ടൈറ്റാനിക് കപ്പലിന്റെ ആഡംബരപൂർണമായ ലൈറ്റുകളും മറ്റ് സവിശേഷതകളും കാരണം അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി. നിരന്തരം ബന്ധപ്പെട്ടിട്ടും കാലിഫോർണിയൻ കപ്പൽ അടുത്തേക്ക് വരികയോ മറുപടി കൊടുക്കാതെയും വന്നതോടെ ടൈറ്റാനിക് കപ്പലിലെ റേഡിയോ ഓപ്പറേറ്ററിനോട് അടുത്തുള്ള മറ്റ് കപ്പലിലേക്ക് സഹായ സന്ദേശം അയക്കാൻ ക്യാപ്റ്റൻ സ്മിത്ത് നിർദ്ദേശം നൽകി. ഇങ്ങനെ സന്ദേശങ്ങൾ അയച്ചതിൽ ആദ്യം പ്രതികരിച്ചത് കാർപാത്തിയ എന്ന കപ്പലായിരുന്നു. 58 മൈൽ അകലെയായിരുന്നു ഈ കപ്പൽ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ചെയ്യാൻ കഴിയാവുന്ന എല്ലാ ശ്രമങ്ങളും നടത്തിയതിനു ശേഷമാണ് ക്യാപ്റ്റൻ സ്മിത്ത് റേഡിയോ ഓപ്പറേറ്റർമാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. കഴിയുന്ന എല്ലാ രീതികളിലും രക്ഷപ്പെടാൻ അവരോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ വൈറ്റ് സ്റ്റാർ ലൈനിന്റെ തലവനായ ബ്രൂസ് ഈസ്മേ ഏറ്റവും അവസാനത്തെ, അതായത് 20ാമത്തെ ലൈഫ് ബോട്ടിൽ കയറി 45 യാത്രക്കാരുമായി യാത്ര തിരിച്ചിരുന്നു. ഒരു കപ്പലിൽ വേണ്ടത്ര ലൈഫ് ബോട്ടുകൾ ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം തെറ്റാണ്. അത് തെളിയിക്കപ്പെട്ടതുമാണ്. ടൈറ്റാനിക് കപ്പലിന്റെ അപകടം വളരെ ദാരുണമായിരുന്നു. എങ്കിലും അതിലും ദാരുണമായി മാറേണ്ട ഒരു അപകടമായിരുന്നു ടൈറ്റാനിക് ദുരന്തം. കാരണം സാധാരണ ഒരു കപ്പലിൽ വെള്ളം കയറുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്താൽ ആ കപ്പൽ വശങ്ങളിലേക്കാണ് ചരിയുക. ലൈഫ് ബോട്ടുകൾ ഉള്ള വശത്തേക്കാണ് കപ്പൽ ചരിയുന്നത് എങ്കിൽ ഒരു ലൈഫ് ബോട്ട് പോലും ഉപയോഗിക്കാനും സാധിക്കില്ല. ഇങ്ങനെയാണ് ടൈറ്റാനിക് കപ്പലിനും സംഭവിച്ചത് എങ്കിൽ കപ്പലിലുള്ള ആരെയും രക്ഷപ്പെടുത്താൻ സാധിക്കാതെ വന്നേനെ. പക്ഷേ ടൈറ്റാനിക് കപ്പൽ വളരെ സന്തുലിതമായിരുന്നു. വശങ്ങളിലേക്ക് ചരിയാതെ നേരെ മുങ്ങിത്താഴുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന 20 ലൈഫ് ബോട്ടുകളും ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ചരിത്രം നോക്കിയാൽ എല്ലാ കപ്പൽ അപകടങ്ങളിലും കപ്പൽ വശങ്ങളിലേക്ക് ചരിഞ്ഞ് കൂടുതൽ ജീവഹാനി ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. അത് ഇന്നും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ടൈറ്റാനിക് കപ്പലിൽ ഉപയോഗിച്ചിരുന്ന ലൈഫ് ബോട്ടുകൾ ഫെറികൾ പോലെയുള്ളവയായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ കപ്പലിൽ നിന്നും മറ്റ് കപ്പലിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബോട്ടുകളായിരുന്നു അവ. മാത്രമല്ല കപ്പലുകളിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരെയും രക്ഷിക്കാൻ തക്ക ലൈഫ് ബോട്ടുകൾ കൊണ്ടുപോകുന്നത് അക്കാലത്ത് പതിവുണ്ടായിരുന്നില്ല. അന്നെന്നല്ല ഇന്നും ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരെയും രക്ഷിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ലൈഫ് ബോട്ടുകൾ കരുതാറില്ല. ഈ അപകടത്തിൽ കൂടുതൽ മരണമുണ്ടാകാൻ കാരണമായത് അന്നത്തെ കാലാവസ്ഥ കാരണമായിരുന്നു. സമുദ്രനിരപ്പിന് തൊട്ടുമുകളിലുള്ള വായുമണ്ഡലത്തിൽ താപനില വളരെ കുറവായിരുന്നു. അതിനാൽ ടൈറ്റാനിക്കിന്റെ ഡക്കിൽ നിന്ന് വിക്ഷേപിച്ച അപകടം സൂചിപ്പിക്കുന്ന റോക്കറ്റുകളും മറ്റും കാണാൻ കൂടുതൽ ദൂരെ നിൽക്കുന്നവർക്ക് സാധിച്ചതുമില്ല. ഇതുകൂടാതെ ഈ സമയം ശരീരം മരവിപ്പിക്കുന്ന -°C ആയിരുന്നു അന്ന് അറ്റ്ലാന്റിക് സമുദ്രജലം ഉണ്ടായിരുന്നത്. അതായത് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ ശരീരത്തിൽ പെട്ടെന്ന് ഷോക്കേൽക്കുന്നത് പോലെ മരവിച്ചു പോകുന്നതിനാൽ വെള്ളത്തിൽ വീഴുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നാൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ തണുത്തുറഞ്ഞ് മരണപ്പെടും. ഈ ദുരന്തത്തിൽ കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ഓഫീസർമാരെയും കുറ്റപ്പെടുത്താൻ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ടൈറ്റാനിക്കിന്റെ തകർച്ച പ്രധാനമായും നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ഒരു കപ്പലിന്റെ ആദ്യ യാത്ര ഏറ്റവും പ്രസിദ്ധമായ ഒരു സമുദ്ര ദുരന്തമായി അടയാളപ്പെടുത്തി. കപ്പൽ മഞ്ഞുപാളിയിൽ ഇടിച്ചതിനെ തുടർന്ന് ഇത്രയധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് തടയാൻ കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിനെക്കുറിച്ചും ക്യാപ്റ്റൻ സ്മിത്തിനെ കുറ്റപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു വന്നു. ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ ടൈറ്റാനിക് കപ്പലിൽ നിന്നും പുറപ്പെട്ട ലൈഫ് ബോട്ടുകളിൽ കഴിയുന്നത്ര ആൾക്കാരെ ഉൾപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ അന്ന് മരണപ്പെട്ടവരിൽ 100ഓളം പേരെ കൂടുതൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷേ ഈ അഭിപ്രായം തെറ്റാണ്. രാത്രി 11:40 അപകടം ഉണ്ടാകുന്നത്. പുലർച്ചെ 2:20 കപ്പൽ പൂർണ്ണമായും മുങ്ങുകയും ചെയ്തു. അതായത് ഏകദേശം 160 മിനിറ്റ് ദൈർഘ്യത്തിലാണ് ഈ അപകടം നടന്നത്. ഇതിൽ തന്നെ തുടക്കത്തിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി തിരിച്ചറിയാൻ കുറച്ച് സമയം നഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല പുലർച്ചെ 2 മണിക്ക് ശേഷമുള്ള അവസാന നിമിഷങ്ങളിൽ കപ്പൽ 2ആയി മുറിയുകയും
പിന്നീട് വളരെ വേഗത്തിൽ കടലിൽ താഴുകയും ചെയ്തു. അതായത് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനും കപ്പൽ ഉപേക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ക്യാപ്റ്റൻ സ്മിത്തിന് ലഭിച്ചത് വെറും 2.5 മണിക്കൂറുകൾ മാത്രമാണ്. അതിനിടയിൽ തന്നെ മറ്റ് ക്രൂ അംഗങ്ങളുമായി സമ്പർക്കം നടത്താനും ടെലഫോണിൽ കാർപാത്തിയ പോലെയുള്ള കപ്പലുകളുമായി നിരന്തരം സഹായത്തിന് കോൺടാക്ട് ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചു. ടൈറ്റാനിക് പോലെയുള്ള ഒരു വലിയ കപ്പലിൽ ഉച്ചഭാഷിണി പോലുമില്ലാതെ 20 ലൈഫ് ബോട്ടുകൾ തയ്യാറാക്കാനും അതിൽ ആളുകളെ കയറ്റിവിടാൻ, ആളുകളെ കൂട്ടമായി ഡക്കിൽ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോഴും കൂടുതൽ പരിഭ്രാന്തരായ ആളുകളുമായി സ്മിത്തിന് ഇടപഴകേണ്ടി വന്നിരിക്കാം. അദ്ദേഹം എങ്ങനെയാണ് കപ്പലിനെ നയിച്ചതെന്നും ഈ അടിയന്തര ഘട്ടങ്ങളിൽ സ്ഥിതിഗതികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുമൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിരിക്കാം. ഈ 160 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ സ്വയം ഈ 160 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട പലരും സ്മിത്ത് പ്രതികരിക്കേണ്ട രീതികളിലല്ല പലയിടത്തും പ്രതികരിച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ശാന്തത നിലനിർത്താനും ചുറ്റുമുള്ളവരെ പരിഭ്രാന്തരാക്കാതിരിക്കാനും ശ്രമിക്കുന്ന ഒരു ക്യാപ്റ്റന്റെ പ്രവർത്തികൾ ചിലപ്പോൾ ഒരു സാധാരണ യാത്രക്കാരന് മനസ്സിലായി എന്ന് വരില്ല. റേഡിയോ ഓപ്പറേറ്റർമാരെ പിരിച്ചുവിട്ട സമയത്ത് കപ്പൽ വളരെ വേഗത്തിൽ മുങ്ങുകയായിരുന്നു എന്നതിന് ഒരു സംശയവുമില്ല. ആദ്യത്തെ ആഘാതമേറ്റ സമയത്ത് കപ്പലിന്റെ നിരവധി കമ്പാർട്ട്മെന്റുകൾ തകർന്നതിനാൽ മുൻവശത്തെ കമ്പാർട്ട്മെന്റുകളിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറുകയും കപ്പലിന്റെ മുൻവശം വളരെ പെട്ടെന്ന് താഴാൻ ആരംഭിക്കുകയും ചെയ്തു. ആദ്യ കമ്പാർട്ട്മെന്റുകൾ ഏകദേശം 1 മണിയോടുകൂടി തന്നെ മുഴുവനായും വെള്ളത്തിലായി കഴിഞ്ഞിരുന്നു. അവസാന ലൈഫ് ബോട്ട് പുലർച്ചെ 2 മണിക്ക് കപ്പലിൽ നിന്നും അടർന്നിരുന്നു. വളരെ വൈകാതെ തന്നെ വൈദ്യുതിയും നിലച്ചു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ മുൻഭാഗം വെള്ളത്തിനടിയിൽ ആയപ്പോൾ കപ്പലിന്റെ പിൻഭാഗം ഉയർന്നു വന്നു. പിൻഭാഗം ഉയർന്നു വന്നതോടെ കപ്പൽ 90 ഡിഗ്രി കുത്തനെ നിൽക്കുന്നു. കപ്പലിന്റെ പിൻഭാഗത്തെ പ്രൊപ്പല്ലറുകൾ വെള്ളത്തിന് മുകളിൽ ഉയർന്നു വന്നത് അകന്നു പോകുന്ന ലൈഫ് ബോട്ടിലുള്ളവർ ഭയത്തോടെയാണ് നോക്കി നിന്നത്. അപ്പോഴേക്കും കപ്പൽ പകുതിയായി പിളർന്നു. ഇത് സംഭവിച്ചപ്പോഴേക്കും കപ്പലിന്റെ മുൻഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ ആയി കഴിഞ്ഞിരുന്നു. പിൻഭാഗവും പതിയെ വെള്ളത്തിലേക്ക് ഊളിയിടുന്നു. പുലർച്ചെ 2:20 ടൈറ്റാനിക്കിന്റെ അവസാന ഭാഗവും വെള്ളത്തിനടിയിലായി. പുലർച്ചെ 2 മണിക്ക് ശേഷം കപ്പൽ പൂർണ്ണമായും തകരുന്ന സമയത്ത് ക്യാപ്റ്റൻ സ്മിത്ത് എവിടെയായിരുന്നു എന്നുള്ളതിന് വ്യത്യസ്തമായ വിവരണങ്ങളാണുള്ളത്. ഈ സമയത്ത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. മെയ്ഡേ സിഗ്നൽ കൊടുക്കുകയും വേണ്ടത്ര രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ബോട്ടുകളിൽ നിന്നും കയറാൻ കഴിയാതെ കപ്പലിൽ ഉണ്ടായിരുന്നവരെ കപ്പലിൽ നിന്നും പുറത്താക്കാനുള്ള ഉത്തരവും അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നു. ടൈറ്റാനിക് എന്ന കപ്പലുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലേക്ക് പോകുകയല്ലാതെ സ്മിത്തിന് മറ്റൊരു വഴിയും ബാക്കിയുണ്ടായിരുന്നില്ല. ഈ സമയത്ത് കപ്പലിൽ ഉണ്ടായിരുന്ന രക്ഷപ്പെട്ടവരായ ചുരുക്കം ചില വ്യക്തികളിൽ നിന്നും അദ്ദേഹം ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല എന്ന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് ഇത് സൂചിപ്പിക്കുന്നു. കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോയാലും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലെങ്കിലും ലഭിക്കുമായിരുന്നു. ജോർജ് എ ബ്രൈഡൻ എന്നയാൾ കടലിൽ വീണതിന് ശേഷം ടൈറ്റാനിക് കപ്പലിന്റെ ഡക്കിൽ ക്യാപ്റ്റൻ സ്മിത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു എന്ന് രക്ഷപ്പെട്ടതിന് ശേഷം താങ്ക്സ് പത്രത്തിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സ്മിത്തിന്റെ അവസാന നിമിഷത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ ഒരുപാട് വിവരണങ്ങൾ പുറത്തു വന്നു. ഈ സംഭവത്തിന് ശേഷം ഒരു പത്രത്തിൽ ക്യാപ്റ്റൻ സ്മിത്ത് ആത്മഹത്യ ചെയ്തതാണെന്ന റിപ്പോർട്ടും വന്നിരുന്നു. അങ്ങനെ പറയാൻ കാരണമായി അവർ പറഞ്ഞത് അവസാന നിമിഷം ഡക്കിൽ നിൽക്കുമ്പോൾ സ്വന്തം പിസ്റ്റൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടതായി ഒരാൾ പറഞ്ഞു എന്നായിരുന്നു. എന്നാൽ ഈ ഒരു കാരണം കൊണ്ട് ക്യാപ്റ്റൻ സ്മിത്ത് ആത്മഹത്യ ചെയ്തതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഈ കാര്യത്തിൽ ആധികാരികമായി കിട്ടിയ റിപ്പോർട്ട് ടൈറ്റാനിക് കപ്പലിൽ നിന്നും അവസാന നിമിഷം ലഭിച്ച ഹെറാൾഡ് ബ്രൈഡ് എന്നയാൾ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് കപ്പലിന്റെ അവസാന ഭാഗം വെള്ളത്തിൽ താഴുമ്പോൾ ക്യാപ്റ്റൻ സ്മിത്ത് ഡക്കിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. മറ്റൊരാളുടെ വിവരണത്തിൽ ലൈഫ് ബോട്ടിലേക്ക് ഒരു കൈക്കുഞ്ഞുമായി നീന്തിക്കയറിയ ശേഷം ഈ കുഞ്ഞിനെ കൈമാറിയിട്ട് ക്യാപ്റ്റൻ സ്മിത്ത് തിരികെ മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിലേക്ക് പോയി എന്നുമാണ്. എന്തുതന്നെയായാലും അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് ടൈറ്റാനിക് കപ്പലിൽ കാണാതായ മറ്റുള്ളവരെ പോലെ തന്നെ കൃത്യമായ വിവരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ വെള്ളം കയറിയ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവർ തുടക്കത്തിൽ തന്നെ മരണപ്പെട്ടു എന്നതിൽ സംശയമൊന്നുമില്ല. പിന്നീട് പുലർച്ചെ 2 മണിയോടെ കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ 100 കണക്കിന് ആളുകൾ പെട്ടുപോയിരിക്കാം. വെള്ളത്തിനടിയിലേക്ക് മുങ്ങുന്നതുവരെയും അതിൽ ജീവൻ രക്ഷിക്കുന്നതിനായി അള്ളിപ്പിടിച്ചിരുന്നവർ 100 കണക്കിനായിരുന്നു. കപ്പൽ പൂർണ്ണമായി മുങ്ങിയതിനു ശേഷം -2 ഡിഗ്രി വരെ തണുപ്പുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ജലനിരപ്പിലേക്കാണ് അവർ ചെന്ന് വീഴുന്നത്. ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ കൂടി ആരോഗ്യവാനായ ഒരു മനുഷ്യൻ കൂടിപ്പോയാൽ വെറും അരമണിക്കൂർ മാത്രമേ ഈ വെള്ളത്തിൽ ജീവനോടെ സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപകട സന്ദേശം ലഭിച്ച കാർപാത്തിയ എന്ന കപ്പൽ ടൈറ്റാനിക് തകർന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞത് 700-ലധികം പേരെയാണ്. 1500-ലധികം പേർ ഈ ദുരന്തത്തിൽ മരിച്ചതായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും കൃത്യമായ എണ്ണം ഇന്നും പ്രാപ്യമല്ല. രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയതിനു ശേഷം രക്ഷപ്പെട്ടവരെയൊക്കെ ന്യൂയോർക്കിലേക്കാണ് കൊണ്ടുവന്നത്. അടുത്ത ദിവസം രാവിലെ ലോകമെമ്പാടുമുള്ള ദിനപത്രത്തിൽ ടൈറ്റാനിക് കപ്പലിലെ ദുരന്തം തന്നെയായിരുന്നു തലക്കെട്ട്. പലരും പല കഥകൾ മെനഞ്ഞു. കപ്പൽ ചെന്നിടിച്ചത് 200 അടി ഉയരമുള്ള ഒരു വലിയ മഞ്ഞുമലയിലേക്കായിരുന്നു എന്നൊക്കെ കഥകൾ വന്നു. ഈ വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ക്യാപ്റ്റൻ സ്മിത്ത് മരണപ്പെട്ടിട്ടില്ല എന്നും രക്ഷപ്പെട്ടതിന് ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ് എന്നതുമായിരുന്നു. 1912 മേരിലാൻഡിൽ വെച്ച്
പീറ്റർ പ്രായൽ എന്നയാൾ ക്യാപ്റ്റൻ സ്മിത്തിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഈ പീറ്റർ പ്രായൽ വർഷങ്ങൾക്ക് മുൻപ് ക്യാപ്റ്റൻ സ്മിത്തിനൊപ്പം തന്നെ മജസ്റ്റിക് എന്ന കപ്പലിൽ ജോലി ചെയ്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥ വളരെ പെട്ടെന്ന് പ്രചാരം നേടുകയും ഈ വാർത്ത വിശ്വസിക്കാൻ കാരണമാവുകയും ചെയ്തു. സ്മിത്തിനെ രണ്ടാമതും കണ്ടതായി ഇയാൾ അവകാശപ്പെട്ടിട്ടുണ്ട്. വാഷിംഗ്ടണിൽ നിന്നും ഒരു ട്രെയിനിൽ കയറുന്നത് കണ്ടെന്നാണ് ഇയാൾ പറഞ്ഞത്. കപ്പൽ മുങ്ങിയതിനു ശേഷം അദ്ദേഹം എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു ലൈഫ് ബോട്ടിൽ ആരും അറിയാതെ കയറി കാർപാത്തിയ എന്ന കപ്പലിൽ എത്തിയ ശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ ന്യൂയോർക്ക് വരെ എത്തുക എന്നത് ഒരിക്കലും നടക്കുന്ന കാര്യവുമല്ല. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതിനു ശേഷം ഈ അപകടത്തെപ്പറ്റി അന്വേഷിക്കാൻ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് സർക്കാരും അമേരിക്കൻ സർക്കാരും വ്യത്യസ്തമായി 2 ഗ്രൂപ്പുകളെയാണ് ഇതിന്റെ അന്വേഷണത്തിനായി രൂപീകരിച്ചത്. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരുപാട് പേരുടെ സാക്ഷിമൊഴികൾ അവർ രേഖപ്പെടുത്തി. ഇക്കൂട്ടത്തിൽ വൈസ് സ്റ്റാർ ലൈൻ കമ്പനിയുടെ ചെയർമാനായിരുന്ന ബ്രൂസ് ഇസ്മേയും ഉണ്ടായിരുന്നു. യാത്രയെ തുടർന്ന് സ്മിത്തുമായുള്ള എല്ലാ സംഭാഷണങ്ങളും ഇസ്മേ ഇവിടെ വിവരിക്കുന്നുമുണ്ട്. ഒരു തരത്തിലുള്ള റെക്കോർഡുകളും മറികടക്കാനായിരുന്നില്ല ടൈറ്റാനിക് കപ്പലിന്റെ ആദ്യ യാത്ര എന്ന് അദ്ദേഹം മൊഴി നൽകി. ടൈറ്റാനിക് കപ്പലിന്റെ സെക്കൻഡ് കമാൻഡറായിരുന്ന ചാർലീസ് ലെറ്റല്ലർ പറഞ്ഞത് ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിക്കുന്നതിന് 3 മണിക്കൂർ മുൻപും താൻ സ്മിത്തുമായി സംസാരിച്ചിരുന്നു എന്നും വേഗത കൂട്ടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ലെന്നും അവശ്യ സാഹചര്യമെങ്കിൽ വേഗത കുറയ്ക്കണമെന്നും തന്നോട് സ്മിത്ത് പറഞ്ഞതായും അദ്ദേഹം മൊഴി നൽകുന്നു. ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ട്രേഡാണ് ഹിയറിംഗ് നടത്തിയത്. സ്മിത്ത് ഈ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്താൻ വിദഗ്ധരായ പലരെയും അവർ അന്വേഷണത്തിന്റെ ഭാഗമാക്കി. ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടായിരുന്ന സീനിയർ ക്രൂ മെമ്പേഴ്സിനൊക്കെ തന്നെ കപ്പൽ പാതയിൽ അന്നേ ദിവസം ഐസ് പാളികൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം മുഴുവൻ ക്യാപ്റ്റൻ സ്മിത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ സാധിക്കില്ല എന്നുമുള്ള നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തി. എങ്കിലും ക്യാപ്റ്റൻ സ്മിത്ത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ പിഴവുകൾ വരുത്തിയിരുന്നു എന്നും തെളിഞ്ഞു. പക്ഷേ അതൊക്കെ സാധാരണയായി ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന പിഴവുകളായി വിലയിരുത്തി. മാത്രമല്ല, ക്യാപ്റ്റൻ സ്മിത്തിനെ അന്വേഷണ സംഘം കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ടൈറ്റാനിക് ദുരന്തത്തോടെ ഒരു പുതിയ നിയമം നിലവിൽ വന്നു. സമുദ്രയാത്രകളിൽ വലിയ കപ്പലുകൾ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതിലെ ഓരോ യാത്രക്കാരനും രക്ഷപ്പെടാൻ ആവശ്യമായ ലൈഫ് ബോട്ടുകളും റാഫ്റ്റുകളും ഉണ്ടായിരിക്കണമെന്ന് ഈ സമിതി നിർദ്ദേശിക്കുന്നു. ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നപ്പോഴും ക്യാപ്റ്റൻ സ്മിത്തിനെ ഈ അപകടത്തിൽ കുറ്റപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ആ സമയത്തും അദ്ദേഹത്തിന്റെ ധൈര്യത്തെ പ്രശംസിച്ച് സംസാരിച്ചവരും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ക്യാപ്റ്റൻ സ്മിത്ത് പഠിച്ച ഹാൻഡിയിലെ സ്കൂളിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേരെഴുതിയ ഒരു ഫലകം സ്ഥാപിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ മുങ്ങി മരിച്ച ക്രൂ അംഗങ്ങളുടെയും കുടുംബങ്ങൾക്കും വേണ്ടി ചാരിറ്റി പ്രവർത്തനവും നടന്നിരുന്നു. വൈറ്റ് സ്റ്റാർ ലൈൻ തുടർന്നുള്ള വർഷങ്ങളിലും നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് മുന്നോട്ട് പോയത്. ടൈറ്റാനിക് തകർന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ഇതോടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള കുടിയേറ്റവും അവസാനിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ സ്വതന്ത്രമായ യാത്ര ഇല്ലാതെയായി. ഇതേ സമയത്ത് തന്നെ ജർമ്മൻ അന്തർവാഹിനികളുടെ ലക്ഷ്യം പലപ്പോഴും പാസഞ്ചർ ഷിപ്പുകൾക്ക് നേരെയും ഉണ്ടായി. ഇതോടെ കപ്പൽ യാത്രകൾ വളരെ അപകടകരമായി മാറി. ഈ സാഹചര്യത്തിൽ വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി തങ്ങളുടെ കപ്പലുകളൊക്കെ തന്നെ യുദ്ധകാല ആവശ്യങ്ങൾക്കായി പുനർനിർമ്മിക്കുകയും ടൈറ്റാനിക്കിനൊപ്പം നിർമ്മിച്ച ബ്രിട്ടാനിക് എന്ന കപ്പൽ മെഡിറ്ററേനിയയിൽ സേവനം നൽകുന്ന ബ്രിട്ടീഷ് ഹോസ്പിറ്റലായി മാറ്റുകയും ചെയ്തു. 1916 നവംബർ 21 പുലർച്ചെ ഗ്രീക്ക് ദ്വീപായ കീക്ക് സമീപം വെച്ചുണ്ടായ അപകടത്തിൽ ബ്രിട്ടാനിക് കപ്പൽ തകർന്നു. ഈ അപകടത്തിൽ കപ്പലിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും ക്രൂ അംഗങ്ങളെയും വരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇതിന് കാരണം ടൈറ്റാനിക് കപ്പൽ അപകടത്തിലായതിനു ശേഷമെടുത്ത മുൻകരുതലുകളാണെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, അതിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനായി സമീപത്ത് മറ്റൊരു കപ്പൽ കൂടി ഉണ്ടായിരുന്നു. കൂടാതെ അന്നത്തെ കാലാവസ്ഥയും അനുകൂലമായിരുന്നു. ഈ അപകടത്തിൽ ബ്രിട്ടാനിക് കപ്പലിൽ ആവശ്യത്തിനുള്ള ലൈഫ് ബോട്ടുകൾ ലഭ്യമായിരുന്നു. അങ്ങനെ വൻ സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി നിർമ്മിച്ച 3 വലിയ ആഡംബര ഷിപ്പുകളും ഏതാനും വർഷങ്ങൾക്കകം തന്നെ തകരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷവും അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയുള്ള യാത്രകൾ പുനരാരംഭിച്ചു. പക്ഷേ പഴയതുപോലെ കുടിയേറ്റക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് പോലെയുള്ള വമ്പൻ കപ്പലുകളുടെ നിർമ്മാണം വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി നിർത്തിവെച്ചു. 1934 വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി അതിന്റെ പ്രധാന എതിരാളികളായിരുന്ന കുനാഡ് എന്ന കമ്പനിയിൽ ലയിക്കുന്നു. ടൈറ്റാനിക് ദുരന്തം കടന്ന് വർഷങ്ങൾ കടന്നുപോയി. എങ്കിലും ക്യാപ്റ്റൻ സ്മിത്തിന് മുകളിൽ ചുമത്തിയിരുന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നു. കപ്പലിന്റെ വേഗത കുറയ്ക്കാത്തതിനും വേണ്ടത്ര ജാഗ്രത കാണിക്കാത്തതിനും നിരന്തരം ക്യാപ്റ്റൻ സ്മിത്തിനെ പഴിചാരി. പക്ഷേ അറ്റ്ലാന്റിക് യാത്രയിൽ അന്നത്തെ ഓരോ ക്യാപ്റ്റനും ചെയ്തു വന്നിരുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ് അദ്ദേഹവും പിന്തുടർന്നത്. പിന്നീട് ദശകങ്ങളായി ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ക്യാപ്റ്റൻ സ്മിത്തിനെ കുറ്റപ്പെടുത്തി പോന്നു. 1943 ഈ കപ്പൽ മുങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ചിത്രമായ ടൈറ്റാനിക് എന്ന ജർമ്മൻ ചിത്രത്തിൽ ക്യാപ്റ്റൻ സ്മിത്തിനെ കുറ്റക്കാരനായി ചിത്രീകരിച്ചു. ഈ ചിത്രത്തിന്റെ പിന്നിൽ അന്നത്തെ ജർമ്മൻ നാസി പ്രചാരണ മന്ത്രിയായിരുന്ന ജോസഫ് ഗിർബിൽഡ് ആണെന്ന് പറയപ്പെടുന്നു. ഈ ചിത്രത്തിൽ ജർമ്മൻകാരനായ ഒരാളെയാണ് സെക്കൻഡ് കമാൻഡറായി കാണിച്ചിരിക്കുന്നത്.
അദ്ദേഹം ക്യാപ്റ്റൻ സ്മിത്തിനോട് അപകടത്തെപ്പറ്റിയുള്ള മുന്നറിയിപ്പ് നൽകുന്നതായും പക്ഷേ അതിനെ അവഗണിച്ച് വളരെ വേഗത്തിൽ കപ്പൽ മുന്നോട്ട് നയിക്കുന്ന ക്യാപ്റ്റനായിട്ടുമാണ് സ്മിത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ജർമ്മൻ യുദ്ധകാലത്ത് ബ്രിട്ടനെ അപകീർത്തിപ്പെടുത്താനുള്ള ജർമ്മൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ചിത്രം. പിന്നീട് 1997 ജെയിംസ് കാമറൂൺ ചിത്രീകരിച്ച ടൈറ്റാനിക് എന്ന ചിത്രത്തിൽ ബെർണാഡ് ഹിൽ സ്മിത്തിനെ അവതരിപ്പിച്ചത് ഈ ജർമ്മൻ ചിത്രത്തിന്റെ പ്രോപ്പഗണ്ട തുറന്നു കാണിക്കുന്ന വിധം തന്നെയായിരുന്നു. പക്ഷേ കാമറൂണിന്റെ ടൈറ്റാനിക് എന്ന സിനിമയിലും അപകടത്തിന്റെ പ്രധാന പ്രശ്നമായി കാണിക്കുന്നത് ലൈഫ് ബോട്ടുകളുടെ അഭാവമാണ്. മാത്രമല്ല, കപ്പലിൽ ഉണ്ടായിരുന്ന ഓരോ ക്രൂ അംഗങ്ങളുടെയും മഹത്തായ പ്രവർത്തനങ്ങളെ കാമറൂൺ തന്റെ ചിത്രത്തിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത് എന്നും അപകീർത്തിപ്പെടുത്തപ്പെട്ട വ്യക്തി തന്നെയാണ്. ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ദുരന്തവും അതിലുണ്ടായ 1500 പരം വരുന്ന ജീവനുകൾ നഷ്ടപ്പെടുന്നതിനുമൊക്കെ ഉത്തരവാദിയായി ഇന്നും ക്യാപ്റ്റൻ സ്മിത്തിനെ കണക്കാക്കുന്നു. ഒരു മൺപാത്ര ബിസിനസ്സുകാരന്റെ മകനായി ജനിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലിന്റെ ക്യാപ്റ്റനായി മാറിയ ക്യാപ്റ്റൻ സ്മിത്തിന്റെ ജീവിതം നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലിന്റെ ആദ്യ യാത്രയിൽ അതിന്റെ ക്യാപ്റ്റനോ കപ്പലിനോ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ ദുരന്തത്തിൽ ക്യാപ്റ്റൻ സ്മിത്തിന് വളരെ കുറച്ച് പങ്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അന്നത്തെ കാലത്ത് മഞ്ഞുപാളികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കിട്ടുമ്പോഴും യാത്ര മുന്നോട്ട് തുടരുന്നത് സാധാരണ രീതി തന്നെയായിരുന്നു. മാത്രമല്ല, ആവശ്യത്തിനുള്ള ലൈഫ് ബോട്ടുകൾ ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടായിരുന്നില്ല എന്ന വാദം ശരിയാണെങ്കിൽ കൂടി അതിന്റെ ഉത്തരവാദി ക്യാപ്റ്റൻ സ്മിത്ത് ആയിരുന്നില്ല. തന്റെ അവസാന സമയത്തും കൊച്ചുകുട്ടികളെ തണുത്തു വിറയ്ക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നീന്തി ലൈഫ് ബോട്ടുകളിൽ എത്തിച്ച് സുരക്ഷിതയാക്കാൻ ശ്രമിച്ച സ്മിത്ത് എന്ന ക്യാപ്റ്റന്റെ ധീരതയെ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, കപ്പലിലുള്ള ഓരോ വ്യക്തിയുടെയും ജീവൻ തന്റേതിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. കപ്പൽ മുങ്ങുന്നതിനും വളരെ മുൻപ് തന്നെ തന്റെ വിധി എന്താണെന്ന് അദ്ദേഹം നിശ്ചയിച്ചിരുന്നിരിക്കാം. തന്റെ ഭാര്യയെയും മക്കളെയും ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ള സത്യം മുന്നേ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഈ ദുരന്തത്തിൽ അദ്ദേഹം നടത്തിയ രക്ഷാപ്രവർത്തന രീതികൾ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ്. ഇങ്ങനെയുള്ള അവസരത്തിലും സമ്മർദ്ദത്തിനടിമപ്പെടാതെ വളരെ ശാന്തനായി പെരുമാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തെ ഇന്നും കുറ്റപ്പെടുത്തുന്ന ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടത് ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും, പ്രവർത്തിക്കും എന്നുള്ളതൊക്കെ തന്നെയാണ്. ഈ വീഡിയോയിൽ ക്യാപ്റ്റൻ സ്മിത്തിനെ പറ്റി പൂർണ്ണമായ വിവരം നിങ്ങൾക്ക് നൽകാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും കേട്ട ശേഷം ക്യാപ്റ്റൻ സ്മിത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ടൈറ്റാനിക് ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണോ, അതോ അദ്ദേഹം തന്റെ മരണം ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ധൈര്യത്തോടെ പെരുമാറിയ ഒരു നിർഭാഗ്യവാനായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.